ഇന്നത്തെ ഈ സമ്മേളനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരന്മാർക്കും യുവതിയുവാക്കന്മാർക്കും പ്രായമുള്ളവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ മീറ്റിങ്ങിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇത്രയും ബന്ധപ്പാട് കഴിച്ച് നിങ്ങളെല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. യുവജനങ്ങളുണ്ട്, പ്രായമുള്ളവരുണ്ട്. എല്ലാവരോടും പറയാനുള്ള കാര്യങ്ങളാണ് ഈ ദിവസം ഇവിടെ സംസാരിക്കുന്നവർ പറയുന്നത്. നാം ഇപ്പോൾ പാട്ട് പാടിയതുപോലെ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ വിശുദ്ധിയെ തികച്ച് ഒരുങ്ങാനായിട്ട് സഹായിക്കുന്ന ഒരു സംരംഭമായിട്ടാണ് നമ്മുടെ ഈ നിലയിലുള്ള പ്രോഗ്രാംസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊരു കാര്യം ഉണ്ടാകാനുള്ള മുഖാന്തരം ടെൻഷൻ ആദ്യം ഓർപ്പിച്ചു. 2-3 വർഷങ്ങൾക്ക് മുമ്പ് അങ്കമാലി പടിഞ്ഞാറ് സഭാ ഹാളിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങൾ കുറച്ച് പേര് കൂടിയപ്പോൾ അവിടെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ തന്നെ ഒരു മകൻ, ചെറുപ്പക്കാരൻ, ഇന്നത്തെ യുവജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ സംശയങ്ങൾ എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് നേരിടുന്ന കാര്യങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് ചുരുക്കമായിട്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ പലരുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ കിടക്കുന്നത്, നമ്മൾ വിചാരിച്ചിരിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണല്ലോ എന്ന് ഒരു ബോധം ഉദിക്കാനായിട്ടിടയാണ്. അന്ന് മുതൽ നമ്മുടെ പ്രായമുള്ള ആളുകളെയും ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം നമ്മുടെ അനേകം മാതാപിതാക്കൾക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് യാതൊരു അറിവുമില്ല. പണ്ട് സൺഡേ സ്കൂൾ പഠിച്ചിരുന്ന പിള്ളേരാണിത് എന്നാണ് മാതാപിതാക്കൾ ചിന്തിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരറിവുമില്ല. എന്താണ് അവർ കലാലയങ്ങളിലും ജോലി സ്ഥലങ്ങളിലും ഫേസ് ചെയ്യുന്നത്, ഏത് ലോകത്തിലാണ് അവർ ജീവിക്കുന്നതെന്ന് മിക്ക മാതാപിതാക്കൾക്കും യാതൊരു അറിവുമില്ല. അതുകൊണ്ട് അവരെ യുവജനങ്ങളെ ആ നിലയിൽ എക്വിപ്പ് ചെയ്യാനായിട്ടുള്ള യാതൊരു സംരംഭവും സഭകളിലില്ല. അവർ യോഗത്തിന് വരുന്നു പോകുന്നു എന്നുള്ളത് ശരിയാണെന്നുള്ളതല്ലാതെ അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അവർ നേരിടുന്ന സ്ട്രഗിൾസ്, അവർ നേരിടുന്ന സംശയങ്ങൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവർ ജീവിക്കുന്ന ലോകത്തിലുള്ളതായ വലിയ സംഘർഷങ്ങൾ, അതിന് അവരെ സഹായിക്കാനായിട്ട് എക്വിപ്പ് ചെയ്യുന്ന യാതൊരു കാര്യങ്ങളും തന്നെ നമ്മുടെ മധ്യത്തിലോ നമ്മുടെ സഭകളിലോ ഇല്ല. നമ്മൾ വേറൊരു ലോകത്തിൽ ജീവിക്കുന്നു, അവർ വേറൊരു ലോകത്തിൽ ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് ഞങ്ങളിൽ പലർക്കും മനസ്സിലായി. അന്ന് അവിടെ കൂടിയിരുന്ന ഞങ്ങൾ പലരും തമ്മിൽ സംസാരിച്ചു. നമുക്ക് ഈ കാര്യം നമ്മുടെ മാതാപിതാക്കളെ, സഭകളിലുള്ളവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. വളരെ അപകടകരമായ ലോകത്തിലാണ് നമ്മുടെ ഇളം തലമുറ ജീവിക്കുന്നത്. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആ പ്രശ്നങ്ങൾ നേരിടുവാൻ അവരെ പ്രാപ്തിപ്പെടുത്തുന്ന നിലയിലുള്ള കാര്യങ്ങൾ സഭയായിട്ട് നമ്മൾ ചെയ്യണം. അതിന് നമ്മുടെ കണ്ണ് തുറക്കണം. അത് സംബന്ധിച്ചുള്ള ഒരു അവയർനെസ്, ബോധവൽക്കരണം നടത്തണം എന്നുള്ള ഒരു സംഭാഷണം ഞങ്ങൾ പലരും തമ്മിലുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് അങ്ങനെ സംഭാഷണം ഉണ്ടായെങ്കിലും ഉടനെ ഒന്നും നടന്നില്ല. 2-3 വർഷം കഴിഞ്ഞാണ്, ഈ അടുത്തിടെയാണ് ഈ നിലയിലുള്ള അവയർനെസ് കോൺഫറൻസസ്, അതായത് ബോധവൽക്കരണ സെമിനാർ ആരംഭിക്കാനായിട്ട് ഇടയായത്. അതാണ് ഈ പ്രത്യേക യോഗത്തിൻ്റെ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലം. നമുക്കറിയാം, നമ്മുടെ ഏകദിന സമ്മേളനങ്ങളിലൊക്കെ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ദൈവവചനത്തിൽ സംസാരിക്കുക, എല്ലാവരും കേട്ട് പിരിഞ്ഞു പോവുക, ഇത്രയേ സംഭവിക്കുന്നുള്ളൂ. ഗൗരവമായിട്ട് പ്രായോഗിക ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ കുഴപ്പങ്ങളെക്കുറിച്ചും അതിനുള്ള പരിഹാരങ്ങളെക്കുറിച്ചും ആഴത്തിലേക്ക് ഇറങ്ങി നാം സംസാരിക്കാറില്ല. വചനത്തിലെ ചില സത്യങ്ങൾ പറഞ്ഞു എല്ലാവരും സന്തോഷമായിട്ട് പിരിഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ റിയാലിറ്റി, യാഥാർത്ഥ്യത്തെ നാം അഭിമുഖീകരിക്കുന്നില്ല. അതുകൊണ്ട് വ്യത്യസ്തമായ നിലയിൽ ദൈവജനത്തെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെയാണ് ആ ഭാരമുണ്ടായ ചില സഹോദരന്മാർ, ഞങ്ങൾ കുറച്ചുപേർ മാത്രമല്ല, വേറെ പലരുമുണ്ട്, പലയിടങ്ങളിൽ പലര് ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നു. അങ്ങനെയാണ് ഈ സംരംഭം ഉണ്ടായത്.
ആകട്ടെ ഒരു മുഖവുര പ്രിയ ടെൻഷൻ സർ പറഞ്ഞു കഴിഞ്ഞു. നാം ജീവിക്കുന്ന കാലഘട്ടം ചില കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, എന്തെല്ലാം അപകടങ്ങളാണ് ഇന്ന് പതിയിരിക്കുന്നത്, നാം ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്തിൽ എന്തെല്ലാം കുഴപ്പങ്ങളുണ്ട്, നമ്മുടെ യുവജനങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങളിലാണ് അകപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു ബോധം നമുക്കുണ്ടായെങ്കിലേ നമ്മുടെ കണ്ണ് തുറക്കുകയുള്ളൂ, നാം ഗൗരവമായിട്ട് ഈ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് ഇടയാവുകയുള്ളൂ. ധാർമ്മികമായ വലിയ അധപ്പതനം ദൈവജനത്തിൻ്റെ മധ്യത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ലോകം മുഴുവൻ നടക്കുന്ന ഒരാളാണ്. അനേക സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് നമ്മുടെ സഭകൾ നടക്കുന്ന കാര്യങ്ങൾ, കുടുംബങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ, യുവജനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ നല്ലതായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പലയിടങ്ങൾ പോകുമ്പോൾ പല വീടുകൾ താമസിക്കുന്നു, പല സഭകളിൽ പോകുന്നു, അനേക യുവജനങ്ങളുമായിട്ട് സംസാരിക്കുന്നു, അനേകരവരുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ മധ്യത്തിൽ നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ അറിവുള്ള ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ ശുശ്രൂഷാ നിലയിലായതുകൊണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ വളരെ ഭാരത്തോടുകൂടെ ചില കാര്യങ്ങൾ ദൈവജനവുമായിട്ട് പങ്കുവെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മധ്യത്തിലുള്ള പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാരം ദൈവവചനത്തിൽ നിന്ന് പറയുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ആദ്യം ആ പ്രയാസങ്ങളെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്കുണ്ടാകാനായിട്ട് ചില കാര്യങ്ങൾ ടെൻഷൻ പറഞ്ഞു. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ, ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ നിങ്ങളിൽ ചിലർക്ക് സംശയം തോന്നും. ടെൻഷൻ ഒടുവിൽ പറഞ്ഞ് നിർത്തിയെടുത്തു എന്ന് ഞാൻ തുടങ്ങുക. ഇസ്ലാമിൻ്റെ സ്വാധീനം നമ്മുടെ പെൺകുട്ടികൾക്കുണ്ടോ? അതുണ്ടെന്ന് അറിയാവുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ഏയ്, ബ്രദർകാർ പെൺപിള്ളാരോ ഇസ്ലാമിൻ്റെ പുറകെ പോകാനോ? നമ്മുടെ പെൺപിള്ളേർ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ വിചാരിച്ചല്ലേ എല്ലാവരും ഇരിക്കുന്നത്, അല്ലേ? തെറ്റി. അനേകർക്ക് ആ സ്വാധീനമുണ്ട്, അങ്ങനെ പോയിട്ടുണ്ട്, പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പകുതി വഴിക്ക് പിടിച്ച് പുറകോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇത് നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ എത്ര പേർക്കറിയാം? നമ്മുടെ പിള്ളേർ അങ്ങനെ ഇസ്ലാം മുസ്ലിം ഒന്നും ആകാൻ പോവുക അല്ലേ? അങ്ങനെയല്ലേ വിചാരിച്ചിരിക്കുന്ന എല്ലാവരും. ധാരണ തെറ്റ്. 8 പേരുടെ കാര്യം ഞങ്ങൾക്കറിയാം. ഇനി കൂടുതൽ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സഹോദരന്മാർക്ക് അത് കൂടുതൽ അറിയാം. 8 പേരുടെ കാര്യം ഞങ്ങൾക്കറിയാം. ബ്രദർകാർ പെൺപിള്ളേരുടെ കാര്യം അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ടെൻഷൻ സൗണ്ട് ഉച്ച കഴിഞ്ഞ് പറയുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി പറയണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. എങ്ങനെയാണ് ഇവർ സ്വാധീനിക്കപ്പെടുന്നത്? അപ്പോൾ ഇതുവെല്ലാം നമ്മൾ അറിയുന്നുണ്ടോ? നമ്മൾ പാട്ടുമൊക്കെ പാടി നമ്മുടെ കൺവെൻഷനും മീറ്റിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുക, വേറൊരു ലോകത്തിൽ ജീവിക്കുക. യഥാർത്ഥ ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ തന്നെ എത്രയോ കുട്ടികൾ ഇതിനാൽ സ്വാധീനിക്കപ്പെടുന്നു. എത്തീസത്തിലേക്ക്, നിരീശ്വരവാദത്തിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നുണ്ടോ? നിങ്ങൾക്ക് എത്ര പേരെ അറിയാം? നിരീശ്വരവാദികളായിരിക്കുന്ന നമ്മുടെ മക്കളിൽ എത്ര പേരെ നിങ്ങൾക്കറിയാം? നമ്മുടെ സഭകളിലുള്ള രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൂട്ടായ്മയിലാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരുന്ന എത്ര പേര് ഇന്ന് ദൈവമില്ല, അല്ലെങ്കിൽ ദൈവവിശ്വാസമില്ല, ഇതൊന്നും ശരിയല്ല, ബൈബിൾ ശരിയല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന എത്ര പേരെ നിങ്ങൾക്കറിയാം? ചുരുക്കം പേരെ വല്ലവർക്കും അറിയാമായിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെയുള്ള പലരെ അറിയാം. കാരണം അങ്ങനെയുള്ള പല കേസിൽ ഇടപെടാനായിട്ട് മാതാപിതാക്കൾ സങ്കടം പറയുന്നുകൊണ്ടും ആവശ്യപ്പെടുന്നുകൊണ്ടും അങ്ങനെയുള്ള പലരുടെ കാര്യം അറിയാനായിട്ട് ഇടയായിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ഇത് ചെറിയ കാര്യമാണോ? രക്ഷിക്കപ്പെട്ടെന്നും സ്നാനപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് കൂട്ടായ്മയിലിരിക്കുന്നവർ കുറച്ചാൾ കഴിയുമ്പോൾ പറയുകയാണ് ദൈവമില്ല, ദൈവവിശ്വാസം വേണ്ട, ഇതൊന്നും ശരിയാണ്, ഇതൊന്നും ശരിയല്ല. എന്താ അങ്ങനെ പറയുന്നത്? വളരെ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ആൺ പെണ്ണ് കാര്യം ടെൻഷൻ പറഞ്ഞു. ഞാൻ ഈ 2-3 ആഴ്ചയായുള്ള അമേരിക്കയിൽ നിന്ന് മടങ്ങി വന്നിട്ട് ഒരു 3 ആഴ്ച അമേരിക്കയിൽ ഒരു കോൺഫറൻസിന് പോയിരിക്കുകയായിരുന്നു. ഞാൻ ഈ പ്രാവശ്യം അമേരിക്കയിൽ ചെന്നപ്പോൾ, ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം എന്ന് വെച്ചു, കഴിഞ്ഞ മാസം അമേരിക്കയിലായിരുന്നപ്പോൾ അവിടെ നമ്മുടെ ഒരു സഭയിൽ ഇങ്ങനൊരു പ്രശ്നം അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. എന്നെ അവിടുത്തെ ഒരു മൂപ്പൻ വിളിച്ച് കുറേ നേരം ഫോണിൽ സംസാരിച്ചു. പ്രശ്നം ഇതാണ്, അവിടെയുള്ള ഒരാണ്, കൂട്ടായ്മയിലുള്ള ഒരാൾ ആണ്, കൂട്ടായ്മയിലുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, യോഗത്തിന് വരുന്ന ഒരാൾ പെണ്ണായി ആകാൻ തീരുമാനിച്ചു. അപ്പോൾ അടുത്ത ആഴ്ച പെണ്ണിൻ്റെ വസ്ത്രം എടുത്ത് സഭയിൽ വന്നാൽ എന്ത് ചെയ്യും, എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് ആ ബ്രദറൻ സഭയിൽ ഇപ്പോൾ ഉള്ള പ്രശ്നം. എന്നെ ഫോണിൽ വിളിച്ച് വളരെ നേരം സംസാരിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യണം, ഏത് നിലയിൽ ഇത് കൈകാര്യം ചെയ്യണം?
ഒരു കാലത്ത് നമ്മൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ നമ്മുടെ സഭയിൽ ആണ് പെണ്ണായിട്ട് വന്നാൽ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു കാര്യം മൂപ്പന്മാർ കൈകാര്യം ചെയ്യേണ്ടി വരും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല. അവിടെയുള്ളൂ. ഇപ്പം ഇവിടെ ഇല്ല. ഇവിടെ വരികയിലെന്ന് ആർക്കെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? ആർക്കെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? നാളെ തൃശ്ശൂർ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകുകയില്ല. ഒരു ഗ്യാരണ്ടിയില്ല. ഇവിടെയും വരാം. വന്നാൽ ലീഗലായിട്ടും ചില പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പോഴേ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് ഓർത്തവർ വിഷമിക്കുകയാണ്. ഞാൻ എന്നത്തെ കാര്യമാണ് പറയുന്നത്? കഴിഞ്ഞ മാസത്തെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ സഭയിലെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യയിൽ നമ്മുടെ ഒരു സഭയിൽ, കൂടുതൽ വിവരങ്ങൾ ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചെറുക്കത് അറിയാമായിരിക്കും. ഒരു ആണ് പെണ്ണായ ശരിക്കും ആയെന്ന് എനിക്കറിയാൻ പാടില്ല. അത് സംബന്ധിച്ച് വളരെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. മീഡിയയിൽ ആ ആൾ വന്നു. പക്ഷേ ഒരു രോഗം വന്ന് ആ ആള് മരിച്ചുപോയി. നമ്മുടെ ഇടയിലെ കാര്യമാണ് പറയുന്നത്. പ്രിയപ്പെട്ടവർ, എത്രയോ ഗൗരവതരമായ ഒരു കാര്യമാണിത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചു, വളർന്നു. നമ്മുടെ ഇടയിലേക്ക് അത് പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതൊന്നും വരികയില്ല, നമ്മുടെ സഭകളിലൊന്നും ബാധിക്കുകയില്ല എന്ന് ആരും പറയരുത്. അതൊക്കെ ബാധിക്കും. ഞാൻ കുറച്ചാൾ മുമ്പ് അമേരിക്കയിലായിരുന്നപ്പോൾ ഒരു വീട്ടിൽ, മൈലപ്രായിലുള്ള ഒരു സഹോദരൻ്റെ വീട്ടിൽ ചായ കുടിക്കാനായിട്ട് പോയി. അപ്പോൾ അവിടുത്തെ മോൻ, അവൻ ചെറിയ ക്ലാസ്സിൽ 4-5 കിലോമീറ്ററാണെന്ന് തോന്നി പഠിക്കുന്നത്, അവനൊരു കാര്യം പറഞ്ഞു. ആ പയ്യൻ പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാം. അവൻ്റെ ക്ലാസ്സിൽ വേറൊരു പയ്യൻ കുരങ്ങായിട്ട് വന്നു. കുരങ്ങെന്ന് പറഞ്ഞാൽ കുരങ്ങായില്ല, വാലൊക്കെ വെച്ച് കുരങ്ങിനെ പോലെ വന്നു. അപ്പോൾ കൂട്ടുകാരെല്ലാം അവനെ കളിയാക്കി. കൂട്ടുകാർ കളിയാക്കിയതിന് ടീച്ചർ അവരോട് പിണങ്ങി. നിങ്ങളെന്തിനാ കളിയാക്കുന്നത്? അവൻ അങ്ങനെ വരാനേ ഇഷ്ടം, അത് അവൻ്റെ സ്വാതന്ത്ര്യമാണ്. അത് അറ്റൻഷൻ പറഞ്ഞത്. അവൻ കുരങ്ങാണെന്ന് പറയാൻ അവൻ്റെ സ്വാതന്ത്ര്യമാണ്. നിങ്ങളാരാ അത് കളിയാക്കാൻ? ഒരൊറ്റ എണ്ണം കളിയാക്കാൻ പാടില്ല. ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ലേ ഇത്. ഞാൻ ചായ കുടിക്കാൻ പോയ മലപ്പുറക്കാരൻ്റെ വീട്ടിലെ സ്കൂളിൽ പഠിക്കുന്ന പയ്യൻ എന്നോട് പറഞ്ഞ കാര്യമായത്. അപ്പോൾ എന്തോ ഒരു ലോകമായത്. ആർക്കും ഒന്നും പറയാൻ പാടില്ല. പട്ടിയാന്ന് പറഞ്ഞാൽ പട്ടിയാണ്, പൂച്ച എന്ന് പറഞ്ഞാൽ പൂച്ചയാണ്. അങ്ങനെ അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവൻ്റെ സ്വാതന്ത്ര്യമാണത്. ഹ്യൂമനിസത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹ്യൂമനിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്തവാക്യം, മറ്റൊരാൾക്ക് ടെൻഷൻ, അത് പറഞ്ഞതാണ്, ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത നിലയിൽ എന്തും ചെയ്യാം. ഒരു സ്ത്രീക്കും പുരുഷനും അവർക്ക് തമ്മിൽ സമ്മതമാണെങ്കിൽ, അവർക്ക് സന്തോഷമാണെങ്കിൽ, അവർക്ക് എങ്ങനെയും ജീവിക്കാം, എന്തും ചെയ്യാം. അതാരും ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യം ചെയ്യുന്നത് കുറ്റകരമാണ്. നീ എന്തിനാ അങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കാ കുറ്റം, അവർക്ക് കുറ്റമൊന്നുമില്ല. ഈ അടുത്ത കാലങ്ങളിൽ നമ്മുടെ ഇന്ത്യയിലെ കോടതികൾ വന്ന വിധികൾ നിങ്ങൾ വായിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ വായിച്ചില്ലേ? നമ്മുടെ കോടതികളിൽ വന്ന വിധികൾ എന്താണത്? സ്ത്രീയും പുരുഷനും പരസ്പര സമ്മതത്തോടുകൂടെ ചെയ്യുന്ന ഏത് കാര്യവും നിയമവിധേയമാണ്. അത് തെറ്റാണെന്ന് പറയാൻ കഴിയുകയില്ല. വിവാഹിതരാണെങ്കിൽ പോലും തെറ്റാണെന്ന് പറയാൻ കഴിയുകയില്ല. ഒരാളുടെ ഭാര്യ വേറൊരാളുടെ കൂടെ പോയി അവർ പരസ്പര സമ്മതത്തോടെയാണ് ബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ അത് നിയമത്തിന് വിധേയമാണ്. അത് ചോദ്യം ചെയ്യാൻ പാടില്ല. നമ്മുടെ രാജ്യത്തെ നിയമമാണ്. അപ്പം നാം ജീവിക്കുന്ന തലമുറ എത്ര ഭയങ്കരമായൊരു തലമുറയാണ്. കുറച്ച് നാൾക്ക് മുമ്പ് കാനഡയിലായിരുന്നപ്പോൾ എനിക്ക് ബന്ധമുള്ളൊരു വീട്ടിൽ ഞാൻ താമസിക്കുമ്പോൾ ആ വീട്ടിലെ അമ്മ എന്നോട് പറയാണ്, ഇവിടെ 2 ആൺമക്കളുണ്ട് അച്ചായ, ഇപ്പം സ്കൂളിൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം അവരാണാണോ പെണ്ണാണോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് പ്രശ്നം. ഇത് കേട്ടാൽ നമുക്ക് തോന്നും വട്ടാണ് അല്ലേ? അങ്ങനെയല്ലേ നമുക്ക് തോന്നുന്നത്? എന്തൊരു വട്ടായതല്ലേ? ആൺപിള്ളേർ ആണാ പെണ്ണ? ഇത് നമുക്കായത് വട്ടം, അവർക്കിത് വട്ടൊന്നുമല്ല. അവർക്കിത് വളരെ സെൻസിബിളായിട്ടുള്ള കാര്യമാണ്. ആ അമ്മ പറയാണ്, എൻ്റെ 2 മക്കളും, ആ മക്കൾക്ക് കുഴപ്പമൊന്നുമില്ല, അവർ നല്ല പിള്ളേരാണ്, പക്ഷേ ക്ലാസ്സിൽ ഭയങ്കര കൺഫ്യൂഷനാണ്, ആണാണോ പെണ്ണാണോ. കുറച്ച് നാൾ മുമ്പ് ഞാൻ ന്യൂസിലൻഡിൽ ഒരു വീട്ടിൽ ഇരിക്കുമ്പോൾ, നമ്മുടെ മലയാളികളുടെ വീട്ടിലിരിക്കുമ്പോൾ, അവിടുത്തെ പിള്ളേരെ പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു ആണ് പെണ്ണാകുകയോ ചെയ്തു. അപ്പോൾ ആ ടീച്ചറിനൊരു എഴുത്തെഴുതണം നമ്മുടെ ഈ വീട്ടുകാർക്ക്. അപ്പോൾ എന്താ അഡ്രസ്സ് ചെയ്യുന്നതെന്നുള്ളതാണ് പ്രശ്നം. ഡിയർ സർ എന്ന് അഡ്രസ്സ് ചെയ്യുമോ ഡിയർ മാഡം എന്ന് അഡ്രസ്സ് ചെയ്യുമോ? അത് ഇത് രണ്ടും കൂടി വേറെ ഏതായാലും ലീവ് ലെറ്ററൊക്കെ എഴുതുമ്പോൾ നമ്മൾ അങ്ങനെയല്ല എഴുതുന്നത്.
അങ്ങനെ എങ്ങനെയാണ് എഴുത്തെഴുതുന്നതെന്ന് ആ വീട്ടിൽ അവരിരുന്ന് ഡിസ്കസ് ചെയ്യാണ് ഞാനിരിക്കുമ്പോൾ. കുറച്ച് വർഷം മുമ്പ് ഇങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു. ഡിയർ സാർ എന്ന് പറഞ്ഞാൽ സാർ, ഡിയർ മാഡം എന്ന് പറഞ്ഞാൽ മാഡം. ഇപ്പം തെറ്റിച്ച് വിളിച്ചാൽ സംഗതി കുഴപ്പമാകും, മനസ്സിലായോ? അത് നിയമവിരുദ്ധമാകും. സാറിനെ കയറി മാഡം എന്ന് വിളിച്ചാൽ കുഴപ്പമാണ്, മാഡത്തെ കയറി സാറെന്ന് വിളിച്ചാൽ കുഴപ്പമാണ്. അതുകൊണ്ട് ലീവ് ലെറ്റർ എഴുതുന്നതിനെ പോലും സൂക്ഷിച്ച് എഴുതാൻ പറ്റുള്ളൂ. എന്തോരു ലോകമായത്! നമുക്കിതൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാനൊക്കെ വളരെ പ്രയാസം തോന്നും. ഞാനിപ്പോൾ 3 ആഴ്ച മുമ്പ് അമേരിക്കയിൽ നിന്ന് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പ്രാവശ്യം അമേരിക്കയിൽ ചെന്നപ്പോൾ വളരെ ദുഃഖകരമായൊരു കാര്യം കേട്ടു. ഞങ്ങളിൽ പലർക്കും അറിയാവുന്ന ഒരു പെൺകുട്ടി, നമ്മുടെ ബ്രദറൻ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ്. വേറൊരു പെൺകുട്ടിയോടുകൂടി താമസം ആരംഭിച്ചിരിക്കുകയാണ്. പെൺപിള്ളേർ ഒരുമിച്ച് ഹോസ്റ്റലിൽ താമസിക്കുക, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ താമസമല്ല. എന്നോട് പറഞ്ഞവർ വളരെ സങ്കടത്തോട് പറഞ്ഞു, നമ്മുടെ ഇന്ന വീട്ടിലെ, നല്ലതായിട്ട് അറിയാവുന്നതാണ്, ഇന്ന വീട്ടിലെ ഇന്ന പെൺകുട്ടി വേറൊരു പെൺകുട്ടിയോട് താമസിക്കുകയാണ്. ദേ ആർ ലിവിങ് ടുഗദർ. അവരുടെ ബന്ധത്തിൻ്റെ വ്യാപ്തി എന്തോരുണ്ടെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഇങ്ങനെ ദുഃഖകരമായൊരു വാർത്ത അടുത്തിടെ ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ സംഭവിക്കുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമോ? നമ്മുടെ വീട്ടിലെ ഒരു കൊച്ചിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ഞാനിതൊക്കെ ആദ്യം ഒന്ന് പറഞ്ഞത്, നാം ജീവിക്കുന്ന ഈ തലമുറ വക്രതയും കോട്ടവുമുള്ള തലമുറയെന്ന് പൗലോസ് അന്ന് പറഞ്ഞെങ്കിൽ ഇന്നത്തെ തലമുറയെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? മറ്റൊരു വലിയ വൈഷമ്യം ഇന്ന് നാം നേരിടുന്നത് കുടുംബത്തോടുള്ള ബന്ധത്തിലാണ്. അതിൽ നിങ്ങൾ എല്ലാവർക്കും തന്നെ ഇതറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം കുടുംബ ഗൗരവതരമായ പ്രശ്നങ്ങളില്ലാത്ത സഭകൾ ഇല്ല. ഇവിടെ ഇപ്പം അനേക സഭകളിൽ നിന്ന് വന്നിരിക്കുന്നവരുണ്ട്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഗൗരവതരമായ കുടുംബ പ്രശ്നമില്ലാത്ത ഏതെങ്കിലും ഒരു സഭയിൽ നിന്ന് ആരെങ്കിലും ഇന്നിവിടെ വന്നിട്ടുണ്ടോ? 10 സഭകളിൽ നിന്ന് ആൾ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഈ 10 സഭകളോട് ചോദിക്കുക, ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സൗന്ദര്യപ്പിണക്കമൊക്കെ ഉണ്ടാവും, അതിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഗൗരവതരമായ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഏതെങ്കിലും സഭയിൽ നിന്ന് ആരെങ്കിലും ഇന്നിവിടെ വന്നിട്ടുണ്ടോ? ഞാൻ തന്നെ ഉത്തരം പറയാം, വന്നിട്ടില്ല. എങ്ങനെ അറിയാം? എല്ലായിടത്തും ഉണ്ട്, അതുകൊണ്ടാണ് എനിക്കറിയാവുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഒരു പട്ടണത്തിലെ ഒരു സഭയിലെ, ആ ടൗണിലുള്ള ഒരു സഭയിലെ ഒരു 5 or 6 കുടുംബങ്ങളിൽ ഗൗരവതരമായ പ്രശ്നമുണ്ട്. ചിലർ പിരിഞ്ഞു, ചിലർ വേറെ കല്യാണം കഴിച്ചു, ചിലരുടെ കല്യാണമൊന്നും കഴിച്ചില്ല, പിരിയാൻ ഇരിക്കുന്നേ ഉള്ളൂ, ചിലർ പിരിയുന്നില്ല, ഒരുമിച്ച് താമസിക്കുന്നേ ഉള്ളൂ, പക്ഷെ അവർ സന്തോഷത്തിലല്ല. എവിടുത്തെ കാര്യം അത് പറഞ്ഞേ? നമ്മുടെ സഭകളിലെ കാര്യം പറഞ്ഞേ. വിവാഹങ്ങൾ, നമ്മുടെ മധ്യത്തിൽ നടക്കുന്ന വിവാഹങ്ങൾ, വിശ്വാസി അവിശ്വാസിയെ വിവാഹം കഴിക്കുക സാധാരണയായിക്കൊണ്ടിരിക്കുക. രക്ഷിക്കപ്പെട്ടവരെ വിവാഹം കഴിക്കാവൂ എന്നുള്ളത് വേദപുസ്തകത്തിലെ അടിസ്ഥാന പ്രമാണമാണ്. ആ പ്രമാണം ലംഘിച്ച് പഠിക്കാൻ പോകുന്നിടത്ത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നിടത്ത് ആരെങ്കിലുമായിട്ട് ഇഷ്ടപ്പെട്ടു, ആ ആൾ വിവാഹം കഴിക്കുക. പിന്നെ അയാളെ എങ്ങനെയൊക്കെ രക്ഷിക്കപ്പെടുത്തി ആരെങ്കിലുമൊക്കെ പോയി വചനമൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ വിശ്വസിക്കുന്ന തലയൊക്കെ ആട്ടി പിന്നെ സ്നാനപ്പെടുത്തി അവരെ അങ്ങ് കല്യാണം കഴിപ്പിക്കുക. എത്ര കോമണായ കാര്യമാണിത്. ഇവിടെ ഇരിക്കുന്ന യുവതിവാക്കന്മാരോട് ഞാൻ പറയുകയാണ്, എത്രയോ അപകടകരമായ ഒരു ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ള ട്രാപ്പുകളിൽ നമ്മുടെ മക്കളും അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്തെല്ലാം കുഴപ്പങ്ങളിലാണ് പിള്ളേർ ചെന്ന് ചാടുന്നതെന്നറിയാമോ? ഈ അടുത്തിടെ ഒരു വിശ്വാസി, ബ്രദറുകാരിയല്ല, എന്നാൽ നമ്മുടെ പോലെയുള്ള ഒരു കൂട്ടത്തിലുള്ള ഒരു വിശ്വാസിയാണ്. അവള് ഒരു മർത്താമക്കാരനുമായിട്ട് അടുപ്പത്തിലായി. അപ്പോൾ പലരും അവളോട് പറഞ്ഞു, മോളെ നീ കല്യാണത്തിന് സമ്മതിക്കരുത്, അവൻ അവിശ്വാസിയാണ്. മർത്തമക്കാരനായതുകൊണ്ടല്ല, അവൻ രക്ഷിക്കപ്പെട്ടല്ല, അവനുമായിട്ടുള്ള ബന്ധം ശരിയല്ല, വചനപ്രകാരം ശരിയല്ല, നീ പോകരുത്. നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെയൊക്കെ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് പറഞ്ഞാലും മാറുകയില്ല. അത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ആര് കൗൺസിൽ ചെയ്താലും പിന്നെ മാറുകയില്ല. ഇത് പിടിച്ച പിടിയെ നിൽക്കുക. അങ്ങനെ കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അവൾ കൗൺസിലിങ്ങിന് വന്നിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവന് വേറെ ഭാര്യയും മക്കളും ഉണ്ട്. അപ്പം ഇനി എന്ത് ചെയ്യും? കൗൺസിലർ കിടന്ന് കറങ്ങുക. ഈ കല്യാണം മാറിയാൽ ഇത് വിവാഹമോചനമാകുമോ?
ചോദ്യം 1. ചോദ്യം 2, ഇവക്ക് വേറെ കല്യാണം കഴിക്കാമോ? ചോദ്യം 3, വേറെ ഭാര്യയുള്ള ആളുമായിട്ട് കല്യാണം കഴിച്ചപ്പോൾ ഈ കല്യാണം സാധുവാണോ? ആർക്കെങ്കിലും അറിയാമോ ഇതിൻ്റെയൊക്കെ ഉത്തരം? അറിയാമോ? ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. കുടുങ്ങിക്കിടക്കുക. ചെറിയ ഇഷ്യൂ ഒന്നുമല്ല, കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്. വിശ്വാസിയായ ഒരു പെൺകുട്ടി അവിശ്വാസിയായ ഒരു പുരുഷനുമായി മറ്റനേകരുടെ ആലോചന കേൾക്കാതെ പോയി വിവാഹം കഴിച്ച് വലിയ കുഴിയിൽ ചെന്ന് ചാടിയിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള അനേക സംഭവങ്ങൾ നമ്മുടെ മധ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുക. എത്രയോ കുഞ്ഞുങ്ങൾ, യുവതീ യുവാക്കന്മാർ അവരുടെ മാതാപിതാക്കളെ വളരെ ദുഃഖിപ്പിച്ച് അവരുടെ തല സമൂഹത്തിൽ താഴ്ന്നു പോകത്തക്കവണ്ണമുള്ള കാര്യങ്ങളിൽ ഇന്ന് ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കരുത്. അതിനുവേണ്ടിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഒരു പട്ടണത്തിൽ ഒരു പെൺകുട്ടി രാത്രി 12 മണിയായിട്ടും വീട്ടിൽ വന്നില്ല. ഇതെല്ലാം ഉള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ, അല്ലാതെ കഥ പറയുമോ ഉദാഹരണം പറയുമൊന്നുമല്ല, ഉള്ള കാര്യമാണ് ഈ പറയുന്നതല്ല. 12 മണിയായിട്ടും വീട്ടിൽ വന്നില്ല. അപ്പൻ്റെ അമ്മയുടെയും പരിഭ്രമം നിങ്ങൾക്ക് ഊഹിക്കാം. അവർ മറ്റ് സഹോദരന്മാരെ അറിയിച്ചു, അവർ പോലീസിനെ അറിയിച്ചു. പോലീസും സഹോദരന്മാരും എല്ലാവരും കൂടെ തപ്പാൻ ഇറങ്ങി. അതിൽ തപ്പാൻ പോയ, അതായത് തിരയാൻ പോയ ഒരാൾ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞ കാര്യം പറയുന്നു. ഞങ്ങളെ പട്ടണത്തിൽ എല്ലായിടത്തും തിരഞ്ഞ് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ആളെ പിടിച്ചു, ഒരു വീട്ടിൽ നിന്ന് പിടിച്ചു. അപ്പോൾ ഈ പറഞ്ഞ സഹോദരൻ എന്നോട് പറയുകയാണ്, ഈ അപ്പൻ്റെയും അമ്മയുടെയും വിഷമം ആ സമയത്ത് അവരുടെ ഹൃദയനില എന്തായിരിക്കും എന്ന് ഊഹിച്ചു നോക്കി. മോളെ കാണുന്നില്ല, എവിടാണെന്ന് അറിഞ്ഞുകൂടാ. അപ്പൻ്റെ അമ്മയുടെയും ഹൃദയം തകർക്കുക. ഇങ്ങനെയുള്ള എത്രയോ സംഭവങ്ങൾ നമ്മുടെ മധ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സഹോദരി, വിവാഹം കഴിച്ചൊരു സഹോദരിയാണ്, എനിക്ക് വളരെ പരിചയമുള്ളൊരു സഹോദരിയാണ്. എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കും. അവൾ പഠിക്കാനായിട്ട് ഒരു സ്ഥലത്ത് പോയി. ആ സ്ഥലത്ത് ഒരു ഹൈന്ദവനുമായി അടുപ്പത്തിലായി. ആ കാര്യം വീട്ടിൽ അറിഞ്ഞു. വീട്ടുകാരെന്ന് പറയുന്നത് നല്ല ബ്രദറുകാരാണ്, എനിക്ക് നല്ലതായിട്ട് അറിയാവുന്നവരാണ്. എന്തുമാത്രം ദുഃഖം ആ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു കാണും. വളരെ പ്രതീക്ഷയോടെ കുടുംബത്തിൻ്റെ നന്മ ഉദ്ദേശിച്ച് ഈ പെങ്കൊച്ചിനെ പഠിക്കാൻ വിട്ടതാണ്. പഠിക്കാൻ വിട്ടെടുത്ത് അവൾ കൂട്ടായ്മയിലുള്ള പെൺകുട്ടിയാണ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ബാലസംഘത്തിലും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ആക്റ്റീവായിരുന്ന പെൺകുട്ടിയാണ്. അവിടെ പോയി ഏതോ ഒരാളുമായിട്ട് പരിചയപ്പെട്ടു. അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഇങ്ങനെ ഒരു ബന്ധത്തിലാകപ്പെട്ടു. അത് വീട്ടിലറിഞ്ഞു. ഈ പെൺകുട്ടിയെ കാണാനായിട്ട്, അതായത് മോളെ കാണാനായിട്ട് ഈ അപ്പൻ അവിടെ ചെല്ലുകയാണ് ആ ഹോസ്റ്റലിൽ. അടുത്ത് പറയാൻ പോകുന്ന കാര്യം ഹൃദയഭേദകമാണ്. എൻ്റെ മനസ്സിന് വളരെ വിഷമമുണ്ടത് പറയുമ്പോൾ. പക്ഷെ നിങ്ങൾ അറിയണം, അതിനു വേണ്ടി പറയുക. ഈ പെൺകുട്ടി ഒരു സ്റ്റെയർ കേസ് ഇറങ്ങി വരികയാണ് ഹോസ്റ്റലിൽ നിന്ന്. ഈ അപ്പൻ കാണാൻ അവിടെ ചെന്നിരിക്കുകയാണ്, മോളെ കാണാൻ. ഈ പെൺകുട്ടി ഇറങ്ങി വരുന്ന വരവ് കണ്ട് ഈ അപ്പൻ ബോധം കെട്ട് താഴെ വീണു. ക്യാൻ യു ഇമാജിൻ ദ? ഇതാ വേറെ ആരും പറഞ്ഞല്ല, ആ പെൺകുട്ടി തന്നെ എന്നോട് പറഞ്ഞ. എന്നെ കാണാൻ എൻ്റെ അപ്പൻ വന്നപ്പോൾ അപ്പൻ ബോധം കെട്ട് ഈ പെൺകുട്ടിയെ കണ്ടേ ഉള്ളൂ, താഴെ വീണു. ആ അപ്പൻ്റെ മനപ്രയാസം എന്തുമാത്രമായിരുന്നു എന്നറിയാമോ? ദൈവത്തിന് കരുണയാൽ ആ പെൺകുട്ടി പിന്നീട് അവനുമായിട്ട് തന്നെ വിവാഹം കഴിഞ്ഞു. എന്നാൽ ദൈവത്തിന് കരുണയാൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. അവർ വിശ്വാസ നിലയിൽ വന്നു. പക്ഷേ ഈ പെൺകുട്ടി വളരെ കഷ്ടം കുടുംബജീവിതത്തിൽ സഹിക്കേണ്ടി വന്നു. അപ്പോൾ അവൾ പറയാണ്, ഞാൻ ഇപ്പോൾ കാണുന്ന ചെറുപ്പക്കാരോടൊക്കെ എൻ്റെ അനുഭവം പറയാറുണ്ട്. തൽക്കാലം തൻ്റെ ഇഷ്ടം സാധിക്കാനായിട്ട് ഓരോന്നൊക്കെ ചെയ്തു വെക്കും. പക്ഷേ അതിൻ്റെ എല്ലാം തിരിച്ചടി ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് എല്ലാ ചെറുപ്പക്കാരോടും ഞാനിപ്പോൾ പറയാറുണ്ടെന്ന് അവൾ പറഞ്ഞു. അവൾ ആഗ്രഹിച്ച പോലെ വിവാഹം നടന്നു. പക്ഷേ അതിനുശേഷം ഈ വീട്ടുകാരെ ദുഃഖിപ്പിച്ചതിൻ്റെ വില മുഴുവൻ അവൾ കൊടുക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞത്, ഇതുപോലുള്ള ഹൃദയഭേദകമായ കാര്യങ്ങൾ അപ്പൻ്റെയും അമ്മയുടെയും തല സഭയിലും സമൂഹത്തിലും താണു പോകത്തക്കവണ്ണമുള്ള ഏറ്റവും കഠിനമേറിയ കാര്യങ്ങൾ അനേക യുവജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേറെ എൻ്റെ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം യുവജനങ്ങളോടൊന്ന് പറയട്ടെ. എൻ്റെ യുവതിയുവാക്കന്മാരെ, യൗവനമായിരിക്കുമ്പോൾ എല്ലാവർക്കും ചില ചാവല്യങ്ങളൊക്കെ ഉണ്ട്, ചില കുരുത്തക്കേടും കുസൃതിയൊക്കെ എല്ലാവരും കാണിച്ചെന്ന് വരാം. അതിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്.
നിങ്ങളുടെ മാതാപിതാക്കളുടെ ഹൃദയത്തെ തകർക്കത്തക്കവണ്ണം, അവരുടെ തല സമൂഹത്തിലും സഭയിലും താണുപോകത്തക്കവണ്ണം, അവരുടെ ഹൃദയത്തെ മുറിപ്പെടുത്തത്തക്കവണ്ണം, ദൈവവഴി വിട്ട് സ്വന്തം വഴികളിൽ പോയി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ അതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. 25 വർഷം കഴിഞ്ഞായിരിക്കും തിരിച്ചടി വരുന്നത്. പക്ഷെ ദൈവം ഇത് മറക്കുകയില്ല. എല്ലാ യുവതിവാക്കന്മാരോടും ഞാൻ പറയുക, ഇപ്പോൾ യൗവനത്തിൻ്റെ തിളപ്പിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി സഭക്കാരെ ഒക്കെ കളിപ്പിച്ച് എങ്ങനെയൊക്കെ കല്യാണമൊക്കെ നടത്തി നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചു. പക്ഷേ ദൈവം മറക്കയില്ല. മറ്റുള്ളവരെ നിങ്ങൾ മുറിപ്പെടുത്തിയത്, ദുഃഖിപ്പിച്ചത്, അവരെ നിങ്ങൾ ലജ്ജിപ്പിച്ചത് ദൈവം നോട്ട് ചെയ്ത് വെക്കും. 15 വർഷം കഴിഞ്ഞ് 25 വർഷം കഴിഞ്ഞായിരിക്കും അതിൻ്റെ തിരിച്ചടി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. ദൈവം അത് മറക്കയില്ല. അതിൻ്റെ തിരിച്ചടി, അനന്തരഫലം ജീവിതത്തിൽ ഉണ്ടാകും. യാതൊരു സംശയവും ആർക്കും വേണ്ട. അന്ന് ഇതിൻ്റെ തിരിച്ചടി വരുമ്പോൾ ആളുകളെല്ലാവരും പറയും, അയ്യോ ഇവർക്കെന്താ ഇങ്ങനെ പറ്റിയ, നല്ല കപ്പിളായിരുന്നല്ലോ. കാരണം 25 വർഷം മുമ്പാണ് കുർത്തക്കേട് കാണിച്ചത്. അത് ആർക്കും അറിയാൻ മേല. അത് കഴിഞ്ഞ് വല്ല ദുബൈയിലോ അമേരിക്കയിലൊക്കെ പോയി കാണും. പഴയ കഥയൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. നല്ല കപ്പിളായിട്ട് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ എല്ലാവരും മറന്നു, ദൈവം മറക്കയില്ല. അപ്പോൾ ആത്മീയ കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് വേണം നാം എടുക്കുവാൻ. തോന്നിയതുപോലെ ജീവിക്കാൻ നമുക്ക് അനുവാദമില്ല. ദൈവമക്കളായ നാം, അല്ലെങ്കിൽ ദൈവകാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അവസരം ലഭിച്ച, സൺഡേ സ്കൂൾ പഠിച്ച, വേദപുസ്തകം മനസ്സിലാക്കിയ നാം അതിനനുസരിച്ച് നടന്നില്ലെങ്കിൽ അതിൻ്റെ തിക്തഫലങ്ങൾ നമ്മുടെ തന്നെ ജീവിതത്തിൽ വരും. അതുകൊണ്ട് ദൈവത്തെ വളരെ ഭയപ്പെട്ട് ദൈവവഴികൾ തന്നെ നടക്കുവാൻ നമ്മുടെ യുവതിവാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടുകാരെയും സഭക്കാരെയും ഒക്കെ കളിപ്പിക്കാൻ പറ്റും, പക്ഷേ ദൈവത്തെ കളിപ്പിക്കാൻ ആർക്കും പറ്റുകയില്ല. ദൈവം ഇതിനെല്ലാം കണക്ക് വെച്ചിട്ടുണ്ട്. ദൈവം കണക്ക് ചോദിക്കും. ആവശ്യമില്ല ജീവിതത്തിൽ ദുരിതങ്ങൾ വലിച്ചു വെക്കരുത്. ദൈവത്തിൻ്റെ വചനപ്രകാരം നിങ്ങൾ പഠിച്ച, ബാല്യം മുതൽ മനസ്സിലാക്കിയ ദൈവസത്യങ്ങളോട് വിശ്വസ്ത പുലർത്തി ജീവിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ വളരെ കുഴപ്പങ്ങൾ, തകരാറുകൾ പിൽക്കാലത്ത് വരുമെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഞാൻ കൊട്ടാരക്കര ആണ് ആദ്യം ഇതുപോലെയുള്ള മീറ്റിംഗ് നടന്നത്. ആ മീറ്റിങ്ങിൽ ഞാൻ ഈ കാര്യം കുറച്ച് പറഞ്ഞു യുവജനങ്ങളോട്. ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു സുവിശേഷകൻ എന്നോടൊരു കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എങ്കിലേ ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലൊരു കാര്യം നടന്നു. അവിശ്വാസികളാണ് അവരുടെ വീട്ടുകാർ. അതിൽ ഒരു ചെറുപ്പക്കാരൻ അപ്പനോടും അമ്മയോടും പറഞ്ഞു, ഏതോ അവൻ പറഞ്ഞ കാര്യം സാധിക്കാഞ്ഞപ്പോൾ പറഞ്ഞു, രണ്ടിനെയും കൊങ്ങയ്ക്ക് പിടിച്ച് ഞാൻ കിണറ്റിലെറിയും എന്നിവൻ പറഞ്ഞു. അവൻ രക്ഷിക്കപ്പെട്ടതെന്നല്ല, ദേഷ്യത്തിൽ പറഞ്ഞാണ്. രണ്ടിനെയും, അപ്പനെയും അമ്മയും കൊങ്ങയ്ക്ക് പിടിച്ച് രണ്ടിനെയും ഞാൻ കിണറ്റിലെറിയുമെന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞു. 10-20 വർഷം കഴിഞ്ഞു. അവൻ്റെ ഒരു മകൻ കിണറ്റിൽ പോയി ചത്തു. ആ സങ്കടത്തിന് അവൻ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇത് നമ്മുടെ ഒരു സുവിശേഷൻ എൻ്റെ ഈ പ്രസംഗം കേട്ട് എന്നോട് ഒന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊരു കാര്യം ഉണ്ടായത്. നമ്മൾ ജീവിക്കുന്നത് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കണം. നമ്മുടെ തലമുറ എങ്ങനെയുള്ളതല്ല ആണെന്ന് നിങ്ങൾ കേട്ടു. ഈ ലോകത്തിൻ്റെ കാലഗതിക്ക് അനുസരിച്ച് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ചെയ്ത്, മറ്റുള്ളവരുടെ കൂട്ടുപിടിച്ച്, അവരെല്ലാം ചെയ്യുന്ന പോലെ ഞാനും ചെയ്തു, ഉല്ലാസത്തിനും സന്തോഷത്തിനും വേണ്ടി തോന്നിയതുപോലൊക്കെ ജീവിച്ചാൽ, ദൈവവഴികളെ വിട്ടു പോയാൽ അതിൻ്റെ ദോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത് നമ്മുടെ എല്ലാ യുവജനങ്ങളും അറിഞ്ഞിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ്. ദൈവവഴി വിട്ടുള്ള യാതൊരു ബന്ധങ്ങൾക്കും ഇടപാടുകൾക്കും നാം പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ അതിൻ്റെ ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളത് പ്രാരംഭമായി ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത്രയും നേരം കാര്യങ്ങൾ പറഞ്ഞത്, നാം ജീവിക്കുന്ന ലോകം ഭയാനകമായ ലോകമാണ്. നമ്മുടെ മധ്യത്തിൽ തന്നെ വളരെ ഗുരുതരമായ കുഴപ്പങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല. ഇതൊന്നും ഇല്ല നമ്മൾ വിചാരിക്കരുത്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. അവിടെ ഇവിടെയൊക്കെ ഓരോന്നായിരുന്നാൽ പിന്നെ നമുക്ക് കണ്ണടയ്ക്കായിരുന്നു. ഇതങ്ങനെയല്ല, ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, വ്യാപകമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവവചനത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? കാലം ഇങ്ങനെയുള്ളതാണ് എന്നൊക്കെ നമ്മൾ കേട്ടു, അതിൻ്റെ സ്വാധീനമുണ്ട്. എന്നാൽ വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ ധാർമ്മിക മൂല്യങ്ങൾ
വളരെ താണു പോയിരിക്കുന്നു. ധാർമ്മിക തകർച്ച, മോറൽ ഡിക്ലൈൻ ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ മധ്യത്തിൽ വളരെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് അടിസ്ഥാനപരമായ ഒരു കാര്യം, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് സ്നാനപ്പെട്ട സഭകളിലിരിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണോ എന്ന് അവരവർ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. രക്ഷിക്കപ്പെട്ട എല്ലാവരും രക്ഷിക്കപ്പെട്ടവരല്ലെന്ന് ഞാൻ പ്രസംഗിക്കുകയല്ല, അങ്ങനെ പറയാൻ എനിക്ക് അധികാരമൊന്നുമില്ല. എന്നാൽ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കാണപ്പെടേണ്ട അടിസ്ഥാനപരമായ മാറ്റങ്ങൾ, ഗുണങ്ങൾ ഇന്ന് വിശ്വാസികൾ എന്ന് പറയുന്ന അനേകരുടെയും ജീവിതത്തിൽ കാണുന്നില്ല. ഞാൻ ആരെയും പ്രത്യേകിച്ച് ഉദ്ദേശിച്ച് പറയല്ല, പൊതുവിൽ ക്രൈസ്തവ ലോകത്തെ, സുവിശേഷ വിഹിത ലോകത്തെക്കുറിച്ച് പറയുക. രക്ഷിക്കപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന അനേകരുണ്ട്. എന്നാൽ വേദപുസ്തക പ്രകാരം രക്ഷിക്കപ്പെട്ട ഒരാളുടെ ജീവിതത്തിൽ കാണപ്പെടേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അവൻ പെർഫെക്റ്റ് ആയോ എന്നുള്ളതല്ല ചോദ്യം. രക്ഷിക്കപ്പെട്ടവൻ്റെ ജീവിതത്തിൽ കാണപ്പെടേണ്ട ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഒരാളുടെ ജീവിതത്തിൽ കാണുന്നില്ലെങ്കിൽ അയാൾ രക്ഷിക്കപ്പെട്ടതാണെന്ന് നാം എങ്ങനെ തീരുമാനിക്കും? ഈ അടുത്തിടെ തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടന്നു. ജോസഫ് വിജയ് മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടി. അദ്ദേഹം ഗവർണറുടെ അടുത്ത് ചെന്നു. നിങ്ങൾ പത്രത്തിൽ വായിച്ചാണിതല്ല. 2-3 പ്രാവശ്യം ഗവർണറുടെ അടുത്ത് എന്ന് പറഞ്ഞു എനിക്ക് ഭൂരിപക്ഷമുണ്ട്. ഗവർണർ പറഞ്ഞു വാലിഡേറ്റ് ചെയ്യ്, ഭൂരിപക്ഷം ഉണ്ടെന്ന് വാഗൊണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ സമ്മതിക്കില്ല. തിരിച്ചു പോ. നിങ്ങൾ വായിച്ചില്ലേ? 2-3 പ്രാവശ്യം ജോസഫ് വിജയനെ തിരിച്ചുവിട്ടു ഗവർണർ. എന്താ തിരിച്ചുവിടാൻ കാര്യം? അദ്ദേഹം ക്ലെയിം ചെയ്യുകയാണ് എനിക്ക് ഭൂരിപക്ഷം ഉണ്ടെന്ന്. ഗവർണർ പറഞ്ഞു അത് തെളിയിക്ക്, നിന്റെ ക്ലെയിം നീ വാലിഡേറ്റ് ചെയ്യണം. പിന്നീടത് തെളിയിച്ചു കഴിഞ്ഞാണ് മുഖ്യമന്ത്രിയാകാൻ അനുവാദം കൊടുത്തത്. രക്ഷിക്കപ്പെട്ടു എന്നുള്ള നമ്മുടെ ക്ലെയിം നമ്മൾ വാലിഡേറ്റ് ചെയ്യണം, അത് സാധൂകരിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ടയാളാണ്, ദൈവവേദനാണ് എന്ന് നാം പറയുന്നു. അത് വാലിഡേറ്റ് ചെയ്യണം. എങ്ങനെ വാലിഡേറ്റ് ചെയ്യുന്നത്? നമ്മുടെ ജീവിതം കൊണ്ട് വാലിഡേറ്റ് ചെയ്യണം. മറ്റുള്ളവർ പറയുക എന്നുള്ളതല്ല, ഞാൻ എനിക്ക് തന്നെ ആ കാര്യങ്ങൾ വാലിഡേറ്റ് ചെയ്യണം. വേദപുസ്തകത്തിൽ ഒരു മാതൃകാ സഭ അല്ലെങ്കിൽ വിശ്വാസികളുടെ കൂട്ടം എങ്ങനെയുള്ളതായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ പറഞ്ഞു വന്ന കോണ്ടെക്സ്റ്റിൽ നമുക്കറിയാം, ഒരു മാതൃകാ സഭയായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് എടുക്കാവുന്ന തെസ്സലോനിക്ക സഭയാണ്. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം, 1 Thessalonians chapter 1, അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും നിങ്ങൾ മാതൃകയായി തീർന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. തെസ്സലോനിക്ക സഭ ഒരു മാതൃക സഭയാണ്. ആട്ടെ, ഈ മാതൃക സഭയിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അത് നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്. ഒരു മാതൃകാ വിശ്വാസി, ഒരു ദൈവവേദൻ, അവൻ്റെ ജീവിതത്തിൽ കാണപ്പെടേണ്ട അടിസ്ഥാനപരമായ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? 2-3 കാര്യങ്ങൾ ഇവിടെ ഞാനൊന്ന് കാണിക്കട്ടെ. ഒന്ന്, അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാചകം, ആ അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിൽ, അതായത് 9-ാമത്തെ വാക്യത്തിൻ്റെ ഒടുവിലത്തെ വാചകം, നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് വന്നു. അപ്പോൾ ഈ വിശ്വാസികൾ മാതൃകാ വിശ്വാസികളാണ്, ജെനുവിൻ ബിലീവേഴ്സാണ് എന്ന് വാലിഡേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ, they turn from idols to the living God. There was a turning point in their life. There was a transformation. There was a change in their life. അവരുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരമുണ്ടായി, അവരുടെ ജീവിതത്തിൽ ഒരു തിരിവുണ്ടായി, അവരുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരമുണ്ടായി. അവർ വിഗ്രഹങ്ങളെ സേവിച്ചിരുന്നവരാണ്. ആ വിഗ്രഹ സേവ വിട്ട് അതിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക്, വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഈ വിശ്വാസികളെ കുറിച്ച് ഒന്നാമത് പറയാനുള്ള കാര്യം, ജീവിതത്തിൽ ഒരു തിരിവുണ്ടായവരാണ് അവരെ. ജീവിതത്തിൽ ഒരു റിപ്പൻറ്റൻസ് ഉണ്ടായവരാണ്, അനുതാപവും മാനസാന്തരവും ഒരു ടേണിങ്ങും ഉണ്ടായവരാണ് ഈ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ.
അവിടെ ടേൺ, തിരിഞ്ഞു എന്ന് ഉപയോഗിച്ചിരിക്കുന്ന തിരിഞ്ഞു എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 10 പ്രാവശ്യം ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്ക് ജെനുവിൻ കൺവേർഷനെ ഉദ്ദേശിച്ച് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. That word turn refers to a genuine conversion experience in the New Testament. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞ പോലെ 10 പ്രാവശ്യത്തോളം ആ വാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തിരിഞ്ഞു എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റം വന്നു. There was a change in their life, a reversal of direction. അവർ പോയിരുന്ന ദിശയിൽ നിന്ന് വ്യത്യസ്തമായൊരു ദിശയിലേക്ക് അവർ പോയി. മുടിയൻ പുത്രൻ്റെ കാര്യം നമുക്കറിയാം. അവൻ അപ്പൻ്റെ വീട് വിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവന് മാനസാന്തരം വന്നപ്പോൾ തൻ്റെ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ അവൻ നേരെ റൈറ്റ് അബൌട്ട് ടേൺ തിരിഞ്ഞു. അവൻ തിരിച്ച് അപ്പൻ്റെ വീട്ടിലേക്ക് വന്നു. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഞാൻ അപ്പൻ്റെ വീട്ടിൽ പോകുമെന്ന് അവൻ തീരുമാനിച്ചത് മാത്രമല്ല, അവൻ തിരിഞ്ഞു നടന്നു, അവൻ്റെ ഡയറക്ഷൻ മാറി. അപ്പോൾ ഒരാൾ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ അയാളുടെ ജീവിതത്തിൽ there should be a reversal of direction. അവൻ പോകുന്ന ദിശയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാകണം. അവൻ്റെ മനോഭാവത്തിന് ഒരു വ്യത്യാസം ഉണ്ടാകണം. അവൻ്റെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകണം. അവൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, ദൃഷ്ടികോണം, പെർസ്പെക്റ്റീവ്, അതിനൊരു വ്യത്യാസം ഉണ്ടാകണം. There should be a change of mind concerning sin, self and God. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. തന്നെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഉള്ള ചിന്താഗതിയിൽ വ്യത്യാസം വന്നു. അപ്പോൾ ഈ തെസ്സലോനിക്കയിലെ ആളുകൾ ജെനുവിൻ ബിലീവേഴ്സ് ആണെന്ന് വാലിഡേറ്റ് ചെയ്ത ഒരു പോയിന്റ്, they turn from idols to the living God. വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ടവരിൽ അടിസ്ഥാനപരമായി കാണേണ്ട ഒരു ഗുണം, ഇതെല്ലാവരും ശരിക്കും മനസ്സിലാക്കണേ. അറിഞ്ഞുകൂടെന്ന് വിചാരിച്ചാൽ പറയല്ല, ഇതൊക്കെ ഊന്നി പറയേണ്ട കാര്യങ്ങളായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. ഒരാൾ റിപ്പൻറ്റ് ചെയ്തു അല്ലെങ്കിൽ അനുദപിച്ചു, മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും ഞാൻ ആ പാപം ചെയ്യുകയില്ല എന്ന് പറയുന്നതല്ല. ഇതൊന്ന് മനസ്സിലാക്കണം എല്ലാവരും ശരിക്കും. ഒരാൾ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇനിമേലിൽ ഞാൻ കള്ളു കുടിക്കുകയില്ല എന്ന് പറയുന്നതല്ല മാനസാന്തരം. ഇനി മേലിൽ ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് പറയുന്നതല്ല മാനസാന്തരം. അങ്ങനെ ഒരു വാക്ക് കൊടുത്തല്ല നമ്മൾ ആരും രക്ഷിക്കപ്പെടുന്നത്. ഞാൻ രക്ഷിക്കപ്പെടുകയാണ്, ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞല്ല രക്ഷിക്കപ്പെടുന്നത്. കാരണം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് നമ്മളെല്ലാവരും തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലേ? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് തെറ്റ് ചെയ്യാത്ത വല്ലവരും ഉണ്ടോ ഇവിടെ? ഞാനും നിങ്ങളൊക്കെ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെയും പല കുഴപ്പങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം പിന്നെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇനി എൻ്റെ തെറ്റ് ഒരിക്കലും ഞാൻ ആവർത്തിക്കയില്ല എന്ന് ദൈവത്തിന് വാക്ക് പറയുന്നതല്ല മാനസാന്തരം. പിന്നെന്താ? അത് എൻ്റെ മനോഭാവത്തിൽ വരുന്ന ഒരു മാറ്റമാണ്. എ ചേഞ്ച് കൺസേണിങ് സിൻ. മൈ ആറ്റിറ്റ്യൂഡ് ടു സിൻ ഹാസ് ചേഞ്ച്ഡ്. പാപത്തോടുള്ള എൻ്റെ മനോഭാവത്തിൽ വ്യത്യാസം വന്നു. അതാ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ അതിൽ ഒരു ഫാക്ടർ. ഒരാൾ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞാൽ പിന്നീട് അയാൾ ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചു എന്നല്ല ഇതിൻ്റെ അർത്ഥം. പാപത്തോടുള്ള ബന്ധത്തിലുള്ള അവൻ്റെ മനോഭാവത്തിന് വ്യത്യാസം വന്നു. നേരത്തെ അവൻ പാപത്തിൻ്റെ പിന്നാലെ പോയിരുന്നവരാണ്, ഇപ്പോൾ അവൻ പാപത്തെ വിട്ട് ഓടുകയാണ്. Earlier he was running after sin, now he is running away from sin. ആ അടിസ്ഥാനപരമായ മാറ്റം, എ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ്, മനോഭാവത്തിലൊരു മാറ്റം പാപത്തോടുള്ള ബന്ധത്തിൽ രക്ഷിക്കപ്പെട്ടവർക്കുണ്ടായിരിക്കണം. രക്ഷിക്കപ്പെട്ടതെന്ന് പറയുന്നവർക്ക് ആ മനോഭാവം ഉണ്ടായിട്ടുണ്ടോ? അത് കഴിഞ്ഞ് തെറ്റ് ചെയ്തോ എന്നുള്ളതല്ല ചോദ്യം. തെറ്റ് നമ്മളിലൊക്കെ വരാറുണ്ട് ചിലപ്പം, അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. എന്നാൽ പാപത്തോടുള്ള നമ്മുടെ മനോഭാവത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ? ജോൺ മക്കാർതർ എന്ന വലിയ പണ്ഡിതൻ, എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അദ്ദേഹം 7 reasons why you are not born again എന്നൊരു പ്രസംഗം ചെയ്തിട്ടുണ്ട്. എല്ലാവരും കേൾക്കേണ്ട ഒരു പ്രസംഗമാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതല്ല എന്നുള്ളതിന് 7 തെളിവുകൾ എന്ന്, അതായത് രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന ക്രൈസ്തവരോട് ചെയ്ത പ്രസംഗമാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരല്ല എന്നുള്ളതിന് 7 തെളിവുകൾ. അതിലൊരു തെളിവ് അദ്ദേഹം പറയുന്നത് പാപത്തോടുള്ള ബന്ധത്തിൽ യാതൊരു
ആറ്റിറ്റ്യൂഡ് ചേഞ്ച് നിങ്ങൾക്കുണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പാപത്തോടൊരു വെറുപ്പ് നമുക്കുണ്ടായിട്ടുണ്ടോ? പാപത്തെ വിട്ടകന്ന് ജീവിക്കണമെന്നുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടായിട്ടുണ്ടോ? പാപത്തോടൊരു ഇഷ്ടക്കേട് നമുക്കുണ്ടായിട്ടുണ്ടോ? ഇത് വളരെ അടിസ്ഥാനപരമായൊരു കാര്യമാണ്. ഞാൻ ഇന്നും പാപത്തെ സ്നേഹിക്കുകയും പാപവഴികൾ നടക്കുകയും പാപമാണ് എനിക്ക് സന്തോഷമെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ നേരെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടേണ്ടത് ഒരു വലിയ ആവശ്യമാണ്. യോഹന്നാൻ്റെ ലേഖനത്തിലേക്ക് ഒരു നിമിഷം നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. യോഹന്നാന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ ക്ലിയറാണ്. ബൈ ദിസ് യു നോ, ഇതിനാൽ നിങ്ങൾക്കറിയാം ആരാണ് ദൈവത്തിൻ്റെ മക്കൾ, ആരാണ് പിശാചിൻ്റെ മക്കൾ. ഈ യോഹന്നാന്റെ ലേഖനം നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ദൈവവേദൽ ആരാണെന്നുള്ളതിന് 3 ടെസ്റ്റ് യോഹന്നാൻ ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. നല്ലൊരു പഠനമാണ്. 3 ടെസ്റ്റ്, 3 പരീക്ഷണങ്ങൾ. ഒന്ന്, ഇറ്റ് ഈസ് കോൾഡ് മോറൽ ടെസ്റ്റ്, ധാർമ്മിക പരിശോധന. അതിലാണ് അത് പാപത്തോടുള്ള മനോഭാവത്തിലുള്ള വ്യത്യാസം. അതാണ് യോഹന്നാൻ പറയുന്ന ഒരു ടെസ്റ്റ്. രണ്ടാമത്തേത് റിലേഷണൽ ടെസ്റ്റ്, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം, ലവ് ഫോർ അതേഴ്സ്, ദൈവജനം അല്ലെങ്കിൽ സഹോദരന്മാരുമായിട്ടുള്ള സ്നേഹം, ബന്ധം, അതിൽ ഉണ്ടാകുന്ന വ്യത്യാസം. മൂന്നാമത് ഡോക്ട്രിനൽ ടെസ്റ്റ്, ഉപദേശപരമായ വ്യത്യാസം, അതായത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള സത്യങ്ങൾ എങ്ങനെ നീ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പം ഈ 3 ടെസ്റ്റ് വെച്ച് ഒരാൾ രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ, ദൈവമകനാണോ അല്ലയോ എന്ന് അറിയാമെന്നാണ് യോഹന്നാൻ ഇവിടെ സ്ഥാപിക്കുന്നത്. ഒന്ന്, പാപത്തോടുള്ള ബന്ധത്തിൽ നിനക്കുണ്ടായിട്ടുള്ള വ്യത്യാസം. 2, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നിനക്കുണ്ടായിട്ടുള്ള വ്യത്യാസം. 3, ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഉപദേശത്തിൽ നിനക്കുണ്ടായിട്ടുള്ള വ്യത്യാസം. ശരിയായ കാര്യം ക്രിസ്തുവിനെ കുറിച്ച് നീ വിശ്വസിക്കുന്നുണ്ടോ? ഈ 3 ടെസ്റ്റാണ് യോഹന്നാന്റെ ലേഖനത്തിലുള്ളത്. അതിൽ 1-ാമത്തെ ടെസ്റ്റിൻ്റെ കാര്യം മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ, മോറൽ ടെസ്റ്റ്. ആ മോറൽ ടെസ്റ്റ് അതാണ് 10-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. ദൈവത്തിൻ്റെ മക്കൾ ആരെന്നും പിശാചിൻ്റെ മക്കൾ ആരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. സഹോദരനെ സ്നേഹിക്കുക എന്നുള്ളത് റിലേഷണൽ ടെസ്റ്റ് വരുന്ന കാര്യമാണ്. അതിലേക്കിപ്പോൾ ഞാൻ പോകുന്നില്ല. നീതി പ്രവർത്തിക്കുക, ഡു റൈച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ ഹാബിച്വലായിട്ട് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് നീതിയായി ജീവിക്കുക. അതിൻ്റെ മുകളിൽ പറഞ്ഞിരിക്കുന്ന കണ്ടോ, 9-ാം വാക്യത്തിൽ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയുമില്ല. എന്താ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ? രക്ഷിക്കപ്പെട്ട ആരും പാപം ചെയ്യുന്നില്ലെന്നാണോ ഇതിൻ്റെ അർത്ഥം? നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് പാപം ചെയ്തിട്ടുണ്ടല്ലോ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ലൈഫ് സ്റ്റൈലിനെ കാണിക്കാൻ പറഞ്ഞിരിക്കുന്ന വാക്കാണ്. One who is born from God does not habitually live in sin. Occasionally അവന് പാപം വരുന്നില്ലെന്നല്ല വാക്യത്തിൻ്റെ അർത്ഥം. എന്നാൽ അവൻ ഹാബിച്വലായിട്ട് അവൻ്റെ സ്വഭാവേണ പാപജീവിതത്തിൽ തുടരുന്നില്ല. ജീവിതത്തിൽ വീഴ്ചകൾ വരുന്നുണ്ടായിരിക്കാം, പാപങ്ങളിൽ വീഴുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ. അതിൻ്റെ കാര്യമല്ല ഈ പറയുന്നത്. So it is not accidental, occasional falling into sin. John is talking about a lifestyle where you habitually continue in sin. അവൻ രക്ഷിക്കപ്പെട്ടതല്ല എന്നാണ് യോഹന്നാൻ പറയുന്നത്. ഇത് അവരവർ പരിശോധിക്കാനേ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് നമുക്കാര്യം നോക്കി ഇയാൾ രക്ഷിക്കപ്പെട്ടല്ല എന്നൊന്നും പറയാൻ നമുക്ക് കാര്യമില്ല. എന്നാൽ ദൈവവചനം തരുന്ന ടെസ്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അവതരിപ്പിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് പാപം ചെയ്യാൻ കഴിയാത്തത്? അവൻ പറയാണ്, യോഹന്നാൻ പറയാണ്, അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. അതിന് 2 അർത്ഥമുണ്ട്. അവൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഡിവൈൻ നേച്ചർ, ദിവ്യ സ്വഭാവം. രക്ഷിക്കപ്പെടുമ്പോൾ അവൻ്റെ ഉള്ളിൽ ദിവ്യ സ്വഭാവമുണ്ട്. അതുകൊണ്ട് പാപത്തെ സ്നേഹിച്ച് ജീവിക്കാൻ അവനൊക്കെയില്ല. മറ്റേത് വിത്ത് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ ഉദ്ദേശിച്ചായിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അവന് പാപജീവിതത്തിൽ തുടരാൻ കഴിയുകയില്ല.
അപ്പോൾ ഒരു വിശ്വാസിക്ക് പാപജീവിതത്തിൽ തുടരാൻ കഴിയാത്തതിൻ്റെ 2 കാരണങ്ങൾ. ഒന്ന്, അവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവന് ദൈവ സ്വഭാവം ലഭിച്ചു. 2, അവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു. ഈ 2 കാരണങ്ങളാൽ പാപജീവിതത്തിൽ തുടർന്ന് ജീവിക്കുവാൻ അവന് സാധ്യമല്ല. അങ്ങനെ ജീവിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനല്ല എന്നാണ് യോഹന്നാൻ പറയുന്നത്. ഇത് വേദപുസ്തകത്തിൽ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഞാനായിട്ടൊന്നും പറയല്ല. വചനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഞാനിതിപ്പോൾ എടുത്തു പറയാൻ കാര്യം, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന അനേക ആളുകളുടെയും ജീവിതത്തിൽ ഈ അടിസ്ഥാനപരമായ മാറ്റം കാണുന്നില്ല. പാപത്തോടുള്ള മനോഭാവത്തിൽ മാറ്റം കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവരവരെ തന്നെ വിധിക്കാൻ നിവൃത്തിയുള്ളൂ. നമുക്ക് വേറെ ആരെയും കുറിച്ച് പറയാൻ നിവൃത്തിയില്ല. നാം ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഞാൻ രക്ഷിക്കപ്പെട്ടവനാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് പാപത്തോട് എനിക്ക് വെറുപ്പ്, പാപത്തോട് എനിക്ക് വിമുഖത, നീതിയായി വിശുദ്ധിയായി ജീവിക്കുവാനുള്ള അടിസ്ഥാനപരമായ ഒരു വാഞ്ച എൻ്റെ ഹൃദയത്തിലുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു തിരിവുണ്ടായിട്ടുണ്ടോ? തെസ്സലോനിക്കരെ കുറിച്ച് അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അവരുടെ ജീവിതത്തിൽ ഒരു തിരിവുണ്ടായി, വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു. നമ്മുടെ ജീവിതത്തിൻ്റെ ഡയറക്ഷനിൽ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? പണ്ട് പാപത്തിൻ്റെ പിന്നാലെ ഓടി, ഇപ്പോൾ ദൈവത്തിൻ്റെ പിന്നാലെ ഓടുന്നു. പണ്ട് പണത്തിൻ്റെ പിന്നാലെ ഓടിയിരുന്നു, ഇപ്പോൾ ദൈവത്തിൻ്റെ പിന്നാലെ ഓടുന്നു. അങ്ങനെ ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഒരു പ്രയോഗം, വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു എന്നാണ്. എന്താ വിഗ്രഹം എന്ന് പറഞ്ഞാൽ? വിഗ്രഹം എന്ന് പറഞ്ഞാൽ സാധാരണ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറിയിൽ വിഗ്രഹത്തിനൊരു ഒരു ഒരു നിർവചനം കൊടുത്തിട്ടുണ്ട്. വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറി പറയുന്നത് എക്സസീവ് ഡിവോഷൻ ഓർ റെവറൻസ് ഫോർ സം പേഴ്സൺ ഓർ തിങ്. എക്സസീവ് ഡിവോഷൻ ഓർ റെവറൻസ് ഫോർ സം പേഴ്സൺ ഓർ തിങ്. ഏതെങ്കിലും ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനോ അമിതമായ താല്പര്യം ആ ആളോട്, ആ കാര്യത്തോട് കാണിക്കുക, അതിനോട് അമിതമായ ഭക്തി കാണിക്കുക, അതിനെ വിഗ്രഹമെന്നാണ് വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറി പറയുന്നത്. നമുക്കറിയാം, നമ്മളാരും അക്ഷരപ്രകാരം വിഗ്രഹത്തെ സേവിക്കുന്നവരല്ല. യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളെ വിട്ട് അകന്നുകൊള്ളുവീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിത്തിങ് ദാറ്റ് കംസ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മീ ഈസ് എൻ ഐഡൽ. ദൈവത്തിനും എനിക്കും മധ്യത്തിൽ വിഘാതമായി വരുന്നതെല്ലാം വിഗ്രഹമാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ദൈവത്തിനും എനിക്കും നടുക്ക് തടസ്സമായി, ദൈവവുമായുള്ള എൻ്റെ ബന്ധത്തിന്, കൂട്ടായ്മയ്ക്ക്, ദൈവത്തെ അനുസരിക്കുന്നതിന് തടസ്സമായി, ദൈവത്തെക്കാളധികം പ്രാധാന്യം ഞാൻ കൊടുക്കുന്നതായി എന്തെങ്കിലും കാര്യമോ ഏതെങ്കിലും വ്യക്തിയോ എൻ്റെ ജീവിതത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് വിഗ്രഹമാണ്. തെസ്സലോനിക്കര് അവർക്ക് പ്രധാനമായി വിചാരിച്ചിരുന്ന എല്ലാ വിഗ്രഹങ്ങളെയും വിട്ട് അവർ ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു. ഈ അടുത്ത സമയത്ത് എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു പെൺകുട്ടി ഒരു അവിശ്വാസ്യമായൊരു ബന്ധത്തിൽ അടുപ്പത്തിൽ വന്നു. അപ്പോൾ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരായ നമ്മുടെ സൗരസ്വന്മാരൊക്കെ അവൾ ഉപദേശിച്ചു, കൂട്ടുകാരി ഇത് നീ പോകരുത്, അതിൽ രക്ഷിക്കപ്പെട്ടതല്ല, അതുകൊണ്ട് ആ ബന്ധത്തിൽ പോകരുത് എന്ന് പറഞ്ഞ് വളരെ ഉപദേശിച്ചു. പക്ഷെ അവൾ കേട്ടില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തലയ്ക്ക് പിടിച്ചാൽ ഇത് വലിയ പ്രയാസമാണ് ഇത് പോകാൻ. അവൾ അവനെ തന്നെ വിവാഹം കഴിച്ചു. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു പെൺകുട്ടിയാണ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൂട്ടായ്മയിലുള്ളയാളാണ്. എൻ്റെ ഹൃദയത്തിനത് വളരെ ദുഃഖമായി. ഇപ്പോഴും ഓർക്കുമ്പോൾ ദുഃഖമാണ് അവളങ്ങനെ ചെയ്തു എന്ന് ഓർക്കുമ്പോൾ. അവളെ സംബന്ധിച്ച് നമ്മൾ ഈ വായിച്ച നിർവചനം അനുസരിച്ച് എക്സസീവ് ഡിവോഷൻ ടുവേർഡ്സ് സമ്മൺ, ഒരാളോട് അമിതമായ താല്പര്യം, ദൈവത്തെക്കാൾ കൂടുതൽ ആ ആളെ വിചാരിക്കുക. അവിശ്വാസിയെ വിവാഹം കഴിക്കരുത് എന്ന് ദൈവവചന പ്രമാണമുണ്ട്. അത് അവഗണിച്ച് ഈ ആൾക്ക് എൻ്റെ ജീവിതത്തിൽ ദൈവത്തെക്കാൾ സ്ഥാനമാണ്, ദൈവം പറഞ്ഞതൊന്നും എനിക്ക് വിഷയമല്ല, ഈ ആളെ എനിക്ക് കല്യാണം കഴിക്കണം, അങ്ങനെ പോയി കല്യാണം കഴിച്ചിരിക്കുക. എത്രയോ ദുഃഖകരമായ കാര്യമാണ്. ദൈവത്തിൻ്റെ സ്ഥാനം വേറൊരാൾക്ക് കൊടുത്തിരിക്കുക. ദൈവത്തെക്കാൾ അധികമായി ഈ പുരുഷനെ സ്നേഹിക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രമാണം കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. എത്രയോ പേരങ്ങനെ ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവമക്കളുടെ ഒരു ലക്ഷണം
അവർ ദൈവത്തെക്കാൾ പ്രധാനമായി വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളെ ഉപേക്ഷിച്ച് ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്ത് ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ളതാണ്. തെസ്സലോനിക്കയിലെ വിശ്വാസികളെ കുറിച്ച് ആദ്യം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ദേ ടേൺ ഫ്രം ഐഡൽസ് ടു ദ ലിവിങ് ഗോഡ്. ചോദ്യം, ഹാസ് ദർ ബീൻ എ റിയൽ ടേണിംഗ് ഇൻ യുവർ ലൈഫ്? ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? പാപത്തോടുള്ള മനോഭാവത്തിന് ഒരു വ്യത്യാസം ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണത്. അവരവരെ തന്നെ പരിശോധിക്കാൻ ആവശ്യമുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നത്, അനേക ദോഷകരമായ കാര്യങ്ങളിൽ ഇന്ന് ആളുകൾ അകപ്പെടുന്നതിൻ്റെ ഒരു കാരണം, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു പലരും വാസ്തവത്തിൽ വീണ്ടും ജനിച്ചവരല്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള ഭയങ്കരമായ ദോഷങ്ങളിൽ പലരും അകപ്പെട്ടു പോകുന്നത് എന്ന് ഞാൻ ചിന്തിക്കുക. ഒരാളൊരു തെറ്റിൽ അകപ്പെട്ടുകൊണ്ട് അയാൾ രക്ഷിക്കപ്പെട്ടല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവരുടെ വേറൊരു കാര്യം നോക്കുക. ഈ തെസ്സലോനിക്കരുടെ കാര്യം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ, ആ വാക്യത്തിൽ തന്നെ സത്യദൈവത്തെ സേവിപ്പാൻ അവർ തിരിഞ്ഞു വന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ഈ തെസ്സലോനിക്കയിലെ ആളുകൾ സത്യദൈവത്തെ സേവിക്കുന്നവരായി തീർന്നു. അവർ രക്ഷിക്കപ്പെട്ടപ്പോൾ സത്യദൈവത്തെ സേവിക്കുന്നവരായി തീർന്നു. അവിടെ സേവിക്കുക എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്ലേവിങ് എന്നുള്ള വാക്കാണ്. എന്ന് പറഞ്ഞാൽ സത്യദൈവത്തിന് അടിമപ്പെട്ടു എന്നാണ് വാചകത്തിൻ്റെ അർത്ഥം. എ ചേഞ്ച് ഓഫ് their lordship or master. അവരുടെ ജീവിതത്തിൽ കർത്തൃത്വത്തിന് വ്യത്യാസം വന്നു. ഇത്രയും നാളും അവരെ നിയന്ത്രിച്ചിരുന്ന, ഭരിച്ചിരുന്ന കാര്യത്തിന് വ്യത്യാസം വന്നു. അതാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച വേറൊരു കാര്യം. രക്ഷിക്കപ്പെടുന്ന എല്ലാവരെ സംബന്ധിച്ച് ശരിയായിരിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അന്ന് വരെ എൻ്റെ ജീവിതത്തെ ഭരിച്ചിരുന്ന പിശാച് അല്ലെങ്കിൽ പാപം, അതിനൊരു വ്യത്യാസം വന്നിട്ട് ഞാൻ എന്നെ തന്നെ കർത്താവിൻ്റെ അടിമയാക്കുക. ഐ സബ്മിറ്റ് മൈസെൽഫ് ടു ദ ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന്, അധികാരത്തിന്, യജമാനത്വത്തിന് ഞാൻ കീഴ്പ്പെടുക. രക്ഷിക്കപ്പെട്ട എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടു പിന്നെ തോന്നിയ പോലെ നടക്കുക, അങ്ങനെ ഒരു രക്ഷിക്കപ്പെടൽ വേദപുസ്തകത്തിലില്ല. ഇന്ന് പലരുടെയും അനുഭവം അതാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, രക്ഷിക്കപ്പെട്ടെന്നാണ് പറയുന്നത്, പക്ഷേ ജീവിക്കുന്നത് തോന്നിയ പോലെയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു ക്രിസ്തീയ ജീവിതത്തെ വേദപുസ്തകം വിഭാവനം ചെയ്യുന്നില്ല. വേദപുസ്തകം വിഭാവനം ചെയ്യുന്ന ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുന്ന സമയം മുതൽ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെട്ടുള്ള ജീവിതമാണ്. അതിൽ വീഴ്ചകൾ വരുന്നുണ്ടായിരിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവിൻ്റെ കർത്തൃത്വത്തിന് ചേരാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരിക്കാം. അത് മനസ്സിലാക്കുന്ന ഉടനെ 1 യോഹന്നാൻ 1:9 പറയുന്ന പോലെ നമ്മുടെ പാപങ്ങളെ നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിനോട് ചേർന്ന് നടക്കുക. എന്നാൽ എൻ്റെ യജമാനൻ, രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ഇത് പറയാൻ കഴിയണം, എൻ്റെ യജമാനൻ യേശുക്രിസ്തുവാണ്. ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ലോർഡ് ഓഫ് മൈ ലൈഫ്. അവനാണ് എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവ്. ഞാൻ അവൻ്റെ അടുക്കൽ വന്ന് ആശ്വാസം പ്രാപിച്ചെങ്കിൽ അവൻ്റെ നുകം ഏറ്റുകൊണ്ട്, അവൻ്റെ കർത്തൃത്വത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ഞാൻ ജീവിക്കുകയാണ്. ഇത് പറയാൻ രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും സാധിക്കണം. അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു തെളിവ്, അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നു, ട്രാൻസ്ഫർമേഷൻ വന്നു. അവൻ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു, പാപവഴികളെ വിട്ട്, വിഗ്രഹങ്ങളെ വിട്ട് ഒരു തിരിവുണ്ടായി. രണ്ടാമത് അവൻ്റെ ജീവിതം, അവൻ്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം അവൻ കർത്താവിനെ ഏൽപ്പിച്ചു. രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്തൃത്വം, യജമാനസ്ഥാനം കർത്താവിന് കൊടുത്തിട്ടുണ്ടോ? സകല കാര്യത്തിലും അന്തിമ വാക്ക് പറയുന്നത് കർത്താവാണോ? ഈസ് ഹി ദ വൺ റൂളിംഗ് യുവർ ഡേ ടു ഡേ ലൈഫ്? ഡസ് ഹി കൺട്രോൾ യുവർ ഡെയിലി ഡിസിഷൻസ്? അനുദിന ജീവിതത്തിൽ നിങ്ങളുടെ തീരുമാനങ്ങളെ നിയന്ത്രിക്കുന്ന അവനാണോ? രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം. ഇനി വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ 9-ാം വാക്യത്തിൻ്റെ ഒടുവിൽ തന്നെ, യേശു സ്വർഗത്തിൽ വരുന്നത് കാത്തിരിക്കുകയാണ്. അവരുടെ ലുക്ക്, അവരുടെ നോട്ടം മാറി, അവരുടെ നോട്ടത്തിൻ്റെ ദിശ മാറി. ഇത്രയും നാൾ അവരെന്ത് നോക്കിയിരിക്കുകയായിരുന്നു? ഈ ലോകത്തിൻ്റെ മഹത്വവും ഈ ലോകത്തിൻ്റെ സുഖവും സൗകര്യവും നോക്കിയിരുന്നവരാ. ഇപ്പോൾ ഈ അവരുടെ നോട്ടം സ്വർഗത്തിലേക്കായി. There was a change in the direction of their look.
അവരുടെ നോട്ടം ഇപ്പം മാറി. അവരിപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കുക. നമുക്കറിയാം, രക്ഷിക്കപ്പെടാത്ത ആളുകൾ ഈ ലോകത്തിലേക്ക് നോക്കിയിരിക്കുകയാണ് എപ്പോഴും. ഈ ലോകത്തിലെ സ്വത്ത്, ജോലി, പണം, സൗകര്യം, ഈ ലോകത്തിലേക്കാണ് അവരുടെ കണ്ണ് താഴോട്ട് നോക്കിയിരിക്കുക. എന്നാൽ ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ പെർസ്പെക്റ്റീവ് മാറി, അവൻ്റെ നോട്ടം മാറി. അവൻ്റെ നോട്ടം സ്വർഗത്തിലേക്കാണ്. കൊലോസ്യർ 3 പറയുന്ന പോലെ ഉയരത്തിലുള്ളത് അവന് പ്രധാനമാവുകയാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിലെ കാര്യങ്ങൾ വേണം, എന്നാൽ അവൻ്റെ ഫോക്കസ് ഈ ലോകമല്ല, അവൻ്റെ ഫോക്കസ് സ്വർഗമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഫോക്കസ് കർത്താവാണോ? നമ്മുടെ ജീവിതത്തിൻ്റെ നോട്ടം കർത്താവിങ്കിലേക്കാണോ? ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമ്മുടെ ഫോക്കസ് കർത്താവാണോ? അവങ്കിലേക്കാണോ നാം നോക്കി ജീവിക്കുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അതിൻ്റെ 6-ാം വാക്യത്തിൽ 4-മതൊരു കാര്യം ഇവരെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്താ? അത് നിങ്ങൾ മക്കതോനിയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും അതിൻ്റെ മുകളിൽ ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. They became followers, or KJVയിൽ പറയുന്നത് you became followers of us. അനുഗമിക്കുന്നവരായി. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ആളുകളെ വിളിച്ചപ്പോഴെല്ലാം പറഞ്ഞത് എന്നെ അനുഗമിക്കാമെന്നാണ്. ഫോളോ മീ. കടൽക്കരയിൽ അവർ വല വീശുന്നത് കണ്ടു. അവരോട് എന്ത് പറഞ്ഞു? ഫോളോ മീ. അപ്പോൾ എന്നെ അനുഗമിക്കാം. കർത്താവിനും ഞങ്ങൾക്കും ഫോളോവേഴ്സായി തീരുന്നു. അവിടെ കർത്താവ് ഫോളോ മീ എന്ന് പറയുമ്പോൾ, എന്നെ അനുഗമിക്കാമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തുടർമാനമായി അവനെ അനുഗമിക്കുന്ന ഒരു ജീവിത ശൈലിയിൽ അവർ വരണമെന്നാണ്. They should get into a lifestyle of following the Lord all the days of their life. എന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞാൽ തൽക്കാലം എൻ്റെ കൂടെ ഒന്ന് വാ, പിന്നെ നീ ഇതിൻ്റെ പണിക്ക് പോ, അതല്ല ഇതിൻ്റെ അർത്ഥം. കർത്താവിനെ ഒരാൾ അനുഗമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം അവൻ്റെ ജീവിത ശൈലി തന്നെ കർത്താവിനെ അനുഗമിക്കുന്നതാണ്. The rest of my life I am going to follow the Lord Jesus. അതാണ് ജീവിത ശൈലിയായി മാറേണ്ടത്. അപ്പോൾ തെസ്സലോനിക്കയിലെ വിശ്വാസികൾ ജെനുവിൻ ബിലീവേഴ്സ് ആണ് എന്നുള്ളതിന് 4 കാര്യങ്ങൾ നമ്മൾ ഈ ഭാഗത്തു നിന്ന് കണ്ടു. ഒന്ന്, there was a transformation in their life. അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായി, അവരുടെ ഡയറക്ഷൻ മാറി. 2, their lordship changed. അവരുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം മാറി. കർത്താവിനെ സേവിക്കുക, കർത്താവിന് അടിമപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിൽ അവരുടെ ജീവിതം വന്നു. 3, അവരുടെ നോട്ടം മാറി. ലോകത്തിങ്കിലേക്ക് നോക്കിയിരുന്നവരിപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കുക. 4, അവർ കർത്താവിനെ അനുഗമിക്കുന്നവരായി തീർന്നു. They became followers of the Lord. ഇത് തെസ്സലോനിക്കയിലെ ആളുകളുടെ കാര്യം മാത്രമല്ല, ഏത് കാലത്തും ജീവിക്കുന്ന വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ കാണേണ്ട 4 കാര്യങ്ങളാണ്. ഞാനിതിപ്പോൾ എടുത്തു പറഞ്ഞത് ഈ കാലത്ത് വിശ്വാസികളാണെന്ന് പറയുന്ന അനേകരുടെ ജീവിതത്തിലും ഈ ഗുണങ്ങൾ പ്രകടമായി കാണുന്നില്ല. നാം ആദ്യം പറഞ്ഞ പോയിന്റ് ട്രാൻസ്ഫർമേഷനാണ്, രൂപാന്തരം. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 10 കുഷ്ഠരോഗികളെ കർത്താവ് സൗഖ്യമാക്കിയ കാര്യം വായിക്കുന്നു. അതിൽ ഒരുത്തൻ മടങ്ങി വന്ന് കാൽക്കൽ കവിണ്ണു വീണ് ദൈവത്തിന് മഹത്വം കൊടുത്തു, നന്ദി പറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്നത് അവൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട്, അങ്ങനെ എഴുതിയിരിക്കുന്നു. കേവലം വിശ്വസിച്ചതല്ല, എനിക്ക് സുഖമായി കാണുമെന്ന് വിശ്വസിച്ചെന്നല്ല, നോക്കിയപ്പോൾ അവന് മനസ്സിലായി സൗഖ്യം വന്നു. എങ്ങനെ അറിയാം? കേവലം വിശ്വസിക്കുകയല്ല, അവൻ കണ്ടു. He saw that he was healed. അപ്പം അവൻ്റെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായെന്നുള്ളത് അവന് ബോധ്യമായി. അപ്പം അവൻ എന്ത് ചെയ്തു? He turned around. അവൻ തിരിഞ്ഞു. എങ്ങോട്ട് തിരിഞ്ഞു? കർത്താവിൻ്റെ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു. അവൻ നന്ദി പറഞ്ഞു, കാൽക്കൽ കവിണ്ണു വീണു. ആരും അവനോട് പറഞ്ഞില്ല, എടാ നിന്നെ സുഖപ്പെടുത്തിയല്ലേ, അവന് പോയി ഒരു വാക്ക് നന്ദി പറ, അതല്ലേ ഒരു മര്യാദ എന്നാരും അവനോട് പറഞ്ഞില്ല. പിന്നെ എന്തിനാ അവൻ പോയേ? അവൻ എന്തിനാ കർത്താവിൻ്റെ കാൽക്കൽ വീഴാൻ പോയത്? ഇന്നർ ഏർജ്, ഉള്ളിൽ നിന്നുള്ള പ്രേരണ.
പ്രിയപ്പെട്ടവരെ, ശരിയായി നിനക്ക് സൗഖ്യം വന്നെന്ന് നിനക്ക് ബോധ്യം ഉണ്ടെങ്കിൽ, ട്രാൻസ്ഫർമേഷൻ നീ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വന്നു, ഞാൻ പുതിയൊരാളായി തീർന്നു, ആ ഒരു രൂപാന്തരം നിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഉള്ളിൽ ഒരു ഏർജ് ഉണ്ടാകും, ഉൾപ്രേരണ ഉണ്ടാകും. എന്തിനാ? നിന്നെ സൗഖ്യമാക്കിയ, പാപകുഷ്ഠം മാറ്റിയ, നമ്മുടെ കാര്യം പറയുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ പോയി വീഴാൻ, അവനെ സേവിക്കാൻ, അവനെ നമിക്കാൻ നിൻ്റെ ഉള്ളിലൊരു ഏർജ് ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ആ ഏർജ് നമുക്കുണ്ടോ? സൗഖ്യം വന്നെന്ന് കണ്ടാലേ ഏർജ് വരുള്ളൂ. എൻ്റെ ജീവിതം മാറി, എനിക്ക് ട്രാൻസ്ഫർമേഷൻ ഉണ്ടായി, കർത്താവ് എൻ്റെ പാപകുഷ്ഠം മാറ്റി തന്നു, ആ അറിവ്, ആ ബോധ്യം എനിക്കുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്നർ എനർജി ഉണ്ടാകണം, ആന്തരിക പ്രേരണ ഉണ്ടാകണം. പിന്നെ ആരും നിന്നോട് പറയണ്ട, എടാ ഞായറാഴ്ചയല്ലേ, അല്ലെങ്കിൽ ഞായറാഴ്ച തന്നെ വേണമെന്നില്ല, നീ ദൈവസന്നിധിയിൽ ഇരിക്കുക, ദൈവത്തോടൊരു വാക്ക് നന്ദി പറ എന്നാരും പറയണ്ട. അതെൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. എന്നെ സൗഖ്യമാക്കിയ കർത്താവിൻ്റെ അടുത്ത പാദത്തിൽ പോയി വീഴുക എന്നുള്ളത് നാട്ടുകാരോ വീട്ടുകാരോ സഭക്കാരോ പറഞ്ഞ് എന്നെ തള്ളിവിടുന്നതുകൊണ്ടല്ല. എനിക്ക് മാറ്റം വന്ന് ഞാൻ കണ്ടു. കുറച്ചാൾ മുമ്പ് ഒരു ക്യാമ്പിൽ വെച്ച് ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടാണ് ആയിട്ട് വർത്തമാനം പറഞ്ഞപ്പോൾ അവൻ രക്ഷിക്കപ്പെട്ടാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അവനോട് കാഷ്വലായിട്ട് ചോദിച്ചു, മോനെ നീ വേദപുസ്തകമൊക്കെ വായിക്കുന്നുണ്ടോ? അവൻ്റെ അതിൽ സത്യസന്ധരായിരുന്നു. അവൻ പറഞ്ഞ്, ഇല്ല ഞാൻ ബൈബിൾ വായിക്കാറില്ല. പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇല്ല ഞാൻ പ്രാർത്ഥിക്കാറുമില്ല. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥിക്കാം, അല്ലാതെ പ്രാർത്ഥിക്കാറില്ല. രക്ഷിക്കപ്പെട്ടവനാണ്. ബൈബിളും വായിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നുമില്ല. അവൻ്റെ ഉള്ളിൽ യാതൊരു ഇന്നർ ഏർജുമില്ല. ഇനി പറയുന്ന കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരല്ലേ? നമ്മുടെ ഇടയിൽ ഏറ്റവും പരിതാപകരമായ സ്ഥിതിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണെന്നറിയാമോ? ഇതൊക്കെ കഴിഞ്ഞ് വർത്തമാനം പറഞ്ഞതിനിടയ്ക്ക് അവൻ ചോദിക്കും, അങ്കിളെ ഒരു കാര്യത്തിൽ ഒരു ഹെൽപ്പ് വേണം. ഏത് കാര്യമാണ്? ഈ ഞായറാഴ്ച ചിന്ത പറയുന്നത് എങ്ങനെ? നമ്മുടെ ഇടയിൽ ഒരു വലിയ കുഴപ്പമായത്. ചിന്ത പറയുന്ന കുഴപ്പമെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. നമ്മുടെ ഇടയിൽ ഒരാൾ ആത്മീയനാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താണെന്നറിയാം? തെളിവായിട്ട് ആളുകൾ വിചാരിക്കുന്നത് ഞായറാഴ്ച എഴുന്നേറ്റ് ഒരു ചിന്ത പറയും. ചിന്ത പറയുന്നവരെ ധൈര്യപ്പെടുത്താനല്ല, എല്ലാവരും ചിന്ത പറയണം, നല്ല കാര്യമാണ്. പക്ഷേ നീ ദൈവത്തോട് ചേർന്ന് 6 ദിവസം ജീവിക്കുന്നതിൻ്റെ പ്രതിഫലനമാണ് നീ എഴുന്നേറ്റ് സ്തോത്രം ചെയ്യുന്നത്. നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നത് എങ്ങനെയും ജീവിക്കും ആളുകൾ. എന്നിട്ട് ഞായറാഴ്ച എഴുന്നേറ്റ് മെഫിബോശത്ത് ചത്ത നായായിരുന്നെന്നും ഞാനും അതുപോലെ ആണെന്നും ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചെന്നും പന്തിക്കിരുന്നെന്നൊക്കെ പറയും. തിങ്കൾ മുതൽ ശനി വരെ ഇതെല്ലാം മറക്കും. ഞായറാഴ്ച പിന്നെയും പറയും. അപ്പോൾ ആളുകളുടെ നോട്ടത്തിൽ നല്ല ആത്മീയന. ഈ കല്യാണമൊക്കെ ആലോചിക്കുമ്പോൾ ആ പയ്യൻ എങ്ങനെയുണ്ട് നിങ്ങളുടെ സഭയിൽ? ആളുകൾ ആദ്യം പറയുന്നത് എന്താണെന്നറിയോ? അവൻ ഇടയ്ക്കിടയ്ക്ക് ചിന്ത പറയാറുണ്ട് കേട്ടോ. ചിന്ത പറയുന്നതല്ല കേട്ടോ, ആരും നിർത്തിക്കളയല്ല ഞാൻ ഈ പറയുന്നത് കേട്ട്. ചിന്ത പറയുന്നത് നല്ലതാണ്, പറഞ്ഞോണം ഇനിയും. പക്ഷേ ആത്മീയത്വത്തിൻ്റെ ലക്ഷണം അതാണെന്നാണ് ഇപ്പം നമ്മുടെ ഇടയിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ഇടയിൽ ഒരു പൊതുവേ ഉള്ള ധാരണ എഴുന്നേറ്റെന്തരും പറഞ്ഞാൽ അവൻ ആത്മീയനാണെന്നാണ്. വളരെ പെശകാര ധാരണയാണ്. വേദപുസ്തകം വായിക്കുകയില്ല, പ്രാർത്ഥിക്കുകയുമില്ല. അവൻ പറയുകയാണ് ചിന്ത പറയാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് തന്നെ. ഞാൻ ഈ കഴിഞ്ഞ് നടന്ന SSL ക്യാമ്പിൽ കുറച്ച് മാസമായുള്ള നടന്നത്. നിങ്ങളുടെ ഇവിടുന്ന് ധാരാളം പിള്ളേർ വന്നിരുന്നു. അവിടെ ഒരു പയ്യനോട് സംസാരിച്ചു. അപ്പോൾ അവൻ രക്ഷിക്കപ്പെട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, മോനെ രക്ഷിക്കപ്പെടാൻ നീ എന്താ ചെയ്തത്? എങ്ങനെയാണ് നീ രക്ഷിക്കപ്പെട്ടത്? ഞാൻ വിശ്വസിച്ചു. ഞാൻ ചോദിച്ചു, എന്താ വിശ്വസിച്ചത്? എങ്ങനെയാണ് അത് സംഭവിച്ചത്? അപ്പോൾ അവൻ പറയാണ്, ഇത് കുറേ നാളായതുകൊണ്ട് ഞാൻ മറന്നുപോയത്. താമസിയാതെ അവൻ സ്നാനപ്പെടാനിരിക്കുക എന്നാണ് എൻ്റെ വിചാരം. ഇങ്ങനെയുള്ളവരൊക്കെ സ്നാനപ്പെട്ട് സഭയിലൊക്കെ വന്നാൽ ആ സഭയുടെ ആത്മീയ നിലവാരം എന്തായിരിക്കും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന പലർക്കും എനിവേ ഞാൻ ഇവനോട് സംസാരിച്ച് അവൻ രക്ഷിക്കപ്പെട്ടു. ഞാൻ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലാക്കി അവൻ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടു. ഒരു സഹോദരി എന്നോട് സംസാരിക്കാനായിട്ട് വന്നു. ചെറുപ്പക്കാരിയാണ്, ഒരു എൽഡറിൻ്റെ ഭാര്യയാണ്. ആ ഒരു സ്ഥലത്തെ എൽഡറിൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവൾ വന്നത്, എൻ്റെ ഭർത്താവ്
വളരെ മോശമായ ജീവിതം നയിക്കുന്ന ആളാണ്. അതെന്താണെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ മടിയാണ്, അതുകൊണ്ട് ഞാൻ കാര്യം പറയുന്നില്ല. സഹോദരി പറഞ്ഞു വളരെ മോശമായ അതിൻ്റെ ഡീറ്റെയിൽസും എന്നോട് പറഞ്ഞു. നയിക്കുന്ന ആളാണ്, സഭയിലെ മൂപ്പനാണ്, രഹസ്യ ജീവിതം വളരെ മോശമാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിൻ്റെ ഹസ്ബൻഡ് വേദപുസ്തകമൊക്കെ വായിക്കുമോ? പ്രസംഗിക്കേണ്ട ദിവസം വായിക്കും. ഭാര്യയുടെ സാക്ഷ്യമാണ് മൂപ്പനെക്കുറിച്ച്. മൂപ്പനായിട്ട് പിന്നെ പ്രസംഗിക്കാതിരിക്കാൻ പറ്റുമല്ലോ അല്ലേ? ഞായറാഴ്ച ചില ഞായറാഴ്ചയിലും പ്രസംഗിക്കണമല്ലോ. പ്രസംഗിക്കേണ്ട ദിവസം വേദപുസ്തകം വായിക്കും, അല്ലാത്തപ്പം വായിക്കുകയില്ല. ഇതാ സഭാ മൂപ്പൻ. എല്ലാ മൂപ്പന്മാരും അങ്ങനെയാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, പക്ഷെ പല മൂപ്പന്മാരും അങ്ങനെയാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. എല്ലാവരും അല്ല, സമ്മതിച്ചു, പക്ഷെ പലരും അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ രഹസ്യ ജീവിതം ശരിയല്ല. ഭാര്യയെ തല്ലുന്ന, ഭാര്യയെ ഉപദ്രവിക്കുന്ന, അബ്യൂസ് ചെയ്യുന്ന എത്രയോ പ്രവർത്തകർ നമ്മുടെ ഇടയിലുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മളറിയണം അത്. ഭാര്യയെ ഉപദ്രവിക്കും, ഭാര്യയെ തല്ലും, ഭാര്യയെ മെൻ്റലി ടോർച്ചർ ചെയ്യും. അടുത്തിടെ അങ്ങനെ ഒരു സ്ഥലത്ത് സംഭവം ഉണ്ടായി. പോലീസ് അറിഞ്ഞ് വീട്ടിൽ വന്ന് ഈ ആളെ, വലിയ പ്രവർത്തകരെ, പല പ്രവർത്തനങ്ങളെ മുമ്പിൽ നിൽക്കുന്ന ആളാണ്, പുള്ളിയെ താക്കീത് ചെയ്യേണ്ടി വന്നു പോലീസ്. അപ്പം ഞാൻ പറഞ്ഞത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ കാണുമ്പോൾ മൂപ്പൻ എന്നൊക്കെ ആയിരിക്കും പറയുന്നത്, പക്ഷേ ജീവിതത്തിൽ അടിസ്ഥാനപരമായ രൂപാന്തരം ഉണ്ടായിട്ടില്ലേ? രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? ഏതെങ്കിലും അബദ്ധവശാൽ ഒരു തെറ്റിലകപ്പെടുന്ന കാര്യം അല്ല ഞാൻ പറയുന്നത്, അത് നമുക്ക് എല്ലാവർക്കും വരാം. എന്നാൽ കണ്ടിന്യൂസ് ലൈഫ് സ്റ്റൈൽ ഓഫ് സിൻ, പാപകരമായ ജീവിതശൈലി തുടരുകയാണ്. വേദപുസ്തകത്തിലെ ഏത് വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ രക്ഷിക്കപ്പെട്ടാണെന്ന് പറയാൻ ഒക്കുന്നത്? യോഹന്നാന്റെ ലേഖനം അടിസ്ഥാനപ്പെടുത്തിയാൽ അയാൾ രക്ഷിക്കപ്പെട്ടാണെന്ന് പറയാൻ വകുപ്പില്ല. അത് ഞാൻ പറഞ്ഞതല്ല, യോഹന്നാൻ പറഞ്ഞു. ദൈവത്തിൽ ജനിച്ചവൻ പാപജീവിതത്തിൽ തുടരുന്നില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, അടിസ്ഥാനപരമായ അനേക കുഴപ്പങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അതിൻ്റെ ഒരു കാരണം, വാസ്തവത്തിൽ കർത്താവുമായിട്ടുള്ളൊരു എൻകൗണ്ടർ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. വാസ്തവത്തിൽ അനുതാപവും മാനസാന്തരവും ദൈവത്തിങ്കിലേക്കുള്ള തിരിവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പ്രായമുള്ള സഭയിലെ ചുമതലപ്പെട്ട സഹോദരി സഹോദരന്മാരുടെ പറയാണ്, രക്ഷിക്കപ്പെട്ടെന്ന് ഒരാൾ പറഞ്ഞാൽ ആ ആളുമായിട്ട് നിങ്ങൾ സംസാരിക്കണം. രക്ഷയെക്കുറിച്ച് ശരിയായ ധാരണ കിട്ടിയോ എന്നുള്ളതൊന്നും ഉറപ്പാക്കണം. ക്രിസ്തീയ ജീവിതം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചില വാക്കുകൾ പറഞ്ഞു കൊടുക്കണം. ആ ബോധ്യം വരുത്തിയിട്ട് വേണം ആ ആളെ സ്നാനപ്പെടുത്താൻ. ഒരാൾ രക്ഷിക്കപ്പെട്ടു എന്ന് കേട്ട ഉടനെ സ്നാനപ്പെടുത്തല്ലേ, സ്നാനം വൈകിക്കണമെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. എന്നാൽ അങ്ങനെയുള്ള ആളുകളുമായിട്ട് സംസാരിച്ച് രക്ഷയെക്കുറിച്ച് ശരിയായ ബോധ്യവും അണ്ടർസ്റ്റാൻഡിങ്ങും അവർക്കുണ്ടായോ എന്നുള്ളത് ഒന്ന് ഉറപ്പാക്കിയിട്ട് വേണം സ്നാനത്തിലേക്ക് പ്രവേശിക്കാൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടിസ്ഥാനപരമായി ദൈവവുമായുള്ളൊരു എൻകൗണ്ടർ, ബന്ധം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരമുണ്ടാകും. ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക. ഉച്ച കഴിഞ്ഞ് ഇനിയും ഇതിന് പരിഹാരമായി, ഇപ്പോൾ പ്രശ്നങ്ങളെക്കുറിച്ചാണ് കൂടുതൽ പറഞ്ഞത്, പരിഹാരമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ചില കാര്യങ്ങൾ ഉച്ച കഴിഞ്ഞ് നിങ്ങളോട് പറയുന്നതായിരിക്കും. അതുകൊണ്ട് ആരും പോകരുത്, പകുതി കേട്ടേച്ച് ബാക്കിയോട് കേട്ടേച്ച് വേണം പോകാൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ചോദ്യോത്തരത്തിൻ്റെ കാര്യം പറഞ്ഞു. ഏത് ചോദ്യവും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ അവർ അല്ലാതെ നമ്മുടെ ഈ വിഷയങ്ങളുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മാത്രമേ മറുപടി പറയുള്ളൂ. അതും ഇതും ചോദിച്ച് സമയം കളയാൻ നമുക്കില്ല. അതുകൊണ്ട് നമ്മുടെ ഈ വിഷയവുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധപ്പെട്ട ജെനുവിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് മറുപടി പറയും. ഇനി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാരിറ്റി ആവശ്യമുള്ള, വ്യക്തത ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്, ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. അത് എല്ലാവർക്കും പ്രയോജനകരമായി തീരുമെന്ന് വിചാരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.